Warm greetings. Yes, welcome back. Once again, welcome back. So we are discussing basics of accounting. Already 2 sessions നമ്മൾ നടത്തി കഴിഞ്ഞു. You can watch the videos in YouTube as well as app. അപ്പോൾ അതിൽ സെക്കൻഡ് സെഷനിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ബേസിക് അക്കൗണ്ടിങ് ടേംസ് ആയിരുന്നു. ബേസിക് അക്കൗണ്ടിങ് ടേംസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഓൾമോസ്റ്റ് ഒരു 7 അക്കൗണ്ടിങ് ടേംസ് നമ്മൾ ട്രാൻസാക്ഷൻ, ഗുഡ്സ്, സർവീസ്, അസറ്റ്, ലാബിലിറ്റി, ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, ദീസ് ആർ ദ ടേംസ് ദാറ്റ് വി ആക്ച്വലി ഡിസ്കസ്ഡ് ഇൻ ദ പ്രീവിയസ് പാർട്ട്. അപ്പോൾ മുമ്പത്തെ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ആ എല്ലാ വീഡിയോസും നിങ്ങൾ റെഫർ ചെയ്യുക. അതിനുശേഷം മാത്രം ഈ പാർട്ട് 3 കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ലെറ്റ്സ് കണ്ടിന്യൂ. ബേസിക് അക്കൗണ്ടിങ് ടേംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നൊരു ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന് മുമ്പ് ലെറ്റ് മീ ദിസ് ഈസ് അവർ ബേസിക് അക്കൗണ്ടിങ് ടേംസിൻ്റെ സെക്കൻഡ് സെഷനാണ്, അല്ലെങ്കിൽ പാർട്ട് 2 ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നൊരു ടേം, ലെറ്റ് മീ ഗിവ് യു എ ലൈവ് എക്സാമ്പിൾ. സേ ഫോർ എക്സാമ്പിൾ, നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമ്മളിപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ മേടിക്കും അല്ലേ, സ്മാർട്ട് ഫോൺ മേടിക്കും. അതല്ലെങ്കിൽ സേ ഫോർ എക്സാമ്പിൾ യു ബോട്ട് എ ബൈക്ക്, അല്ലെങ്കിൽ യു ബോട്ട് എ കാറ് അല്ലേ. ഇതൊക്കെ നിങ്ങളുടെ കോസ്റ്റുകളാണ്. ഫോർ ദാറ്റ് യു നീഡ് ടു സ്പെൻഡ് സം മണി. നിങ്ങൾ പൈസ ചിലവാക്കി മേടിക്കുന്നതല്ലേ സ്മാർട്ട് ഫോൺ, ബൈക്ക്, കാറൊക്കെ അല്ലേ. അതേപോലെ തന്നെ അല്ലേ അതേപോലത്തെ ഒരു കോസ്റ്റ് അല്ലേ ഏത്, അതേപോലത്തെ ഒരു കോസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ യു ആർ ഹാവിങ് ഫുഡ് അല്ലേ, നിങ്ങൾ ഫുഡിന് പൈസ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെ ഹോസ്റ്റൽ റെൻറ്റ് കൊടുക്കുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ നിങ്ങളുടെ ട്യൂഷൻ ഫീസ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണ്, ഇതും കോസ്റ്റുകളാണ്. ബട്ട് ക്യാൻ യു ടെൽ, ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ അതേപോലത്തെ അല്ലെങ്കിൽ അതുപോലത്തെ തന്നെ അതേപോലത്തെ കോസ്റ്റുകളാണോ ഈ കോസ്റ്റുകൾ? ഇത് തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. എന്താ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ സ്മാർട്ട് ഫോൺ ഇന്ന് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സ്മാർട്ട് ഫോൺ ആണെങ്കിലും ബൈക്കാണെങ്കിലും കാറാണെങ്കിലും എന്നും നിങ്ങൾക്ക് മേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ. എന്നും നമ്മൾ മേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. വൺസ് ഇറ്റ് ഈസ് ഇൻകേർഡ്, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്? ലോങ് ടേം ആണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? അതിൻ്റെ ഇമ്പാക്റ്റ് ലോങ് ടേം ആണ് അല്ലേ, റിക്കറിങ് ഇൻ നേച്ചർ അല്ല. അതുപോലെ തന്നെ ലോങ് ടേം ബെനിഫിറ്റ് കിട്ടും ചെയ്യും. എന്നാൽ ഫുഡോ, വൺസ് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും കഴിക്കണം അല്ലേ. ഹോസ്റ്റൽ റെൻറ്റ് എല്ലാ മാസം കൊടുക്കണം, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കി വിടും. ട്യൂഷൻ ഫീ അതേപോലെ തന്നെ എല്ലാ മന്തും നമ്മൾ കൊടുക്കണം. ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് എന്താണ്? ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ? ഷോർട്ട് ടേം ആണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? കോസ്റ്റുകളാണ്. എല്ലാ കോസ്റ്റുകളും നമുക്ക്, അല്ലെങ്കിൽ എല്ലാ കോസ്റ്റുകളും ഒരുപോലെ അല്ല. ഇതൊക്കെ നമുക്ക് എന്താണ്? റിസോഴ്സസ് ആണ് അല്ലേ, വിച്ച് വിൽ ഗിവ് യു ലോങ് ടേം ബെനിഫിറ്റ്. അത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന റിസോഴ്സുകളാണ്. അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ നമ്മൾ എന്തെന്ന് പറയും? ദീസ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് വാട്ട്? ഇവരെ നമുക്ക് എന്തായി ട്രീറ്റ് ചെയ്യാന്ന് പറയും? അസറ്റ്സ് ആണെന്ന് പറയും അല്ലേ. ഇവരെ നമുക്ക് അസറ്റ്സ് ആയിട്ട് എന്ത് ചെയ്യാം? ട്രീറ്റ് ചെയ്യാം. എന്നാൽ ഇത് നമുക്ക് ലോങ് ടേമുക്ക് ബെനിഫിറ്റ് ഒന്നും തരുന്നില്ല അല്ലേ. ദ ബെനിഫിറ്റ് എക്സ്പയേഴ്സ് ഇൻ ദ ഷോർട്ട് ടേം, അല്ലെങ്കിൽ ഷോർട്ട് ടേം ബെനിഫിറ്റ് മാത്രമേ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഷോർട്ട് ടേമിലോട്ട് മാത്രമേ നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റില്ല, ഇവരെ നമുക്ക് അസറ്റ്സ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതെന്താണ്? ഇതിപ്പോൾ നമ്മുടെ ഒരു ഡേ ടു ഡേ ലൈഫിൻ്റെ ഭാഗമായിട്ട് റിപ്പീറ്റേറ്റീവായിട്ട് നമ്മൾ ചിലവാക്കുന്ന ഒരു കോസ്റ്റാണ്. അങ്ങനത്തെ കോസ്റ്റുകളെ നമ്മൾ പേഴ്സണൽ ലൈഫിൽ പറയുന്ന പേരാണ് എന്ത്? എക്സ്പെൻസസ്. എന്താ പറയുക? എക്സ്പെൻസസ്. ഓക്കെ, അപ്പോൾ അസറ്റ് എന്ന് പറഞ്ഞാലും ഔട്ട്ഫ്ലോ ആണ്, കോസ്റ്റ് ആണ്. എക്സ്പെൻസ് എന്ന് പറഞ്ഞാലും ഔട്ട്ഫ്ലോ ആണ്, കോസ്റ്റ് ആണ്. ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വിചാരിക്കുന്നു. ഇറ്റ് ഈസ് ക്യാഷ് ഈസ് ഔട്ട് ഗോയിങ് അല്ലേ. ക്യാഷ് അല്ലെങ്കിൽ ക്യാഷിന് തുല്യമായ മറ്റെന്തോ ഒരു സംഭവം എന്താണ്? പുറത്ത് പോകുന്നുണ്ട്. ഔട്ട് ഗോയിങ്, ക്യാഷ് ഈസ് ഔട്ട് ഗോയിങ്. അതിനെ പറയുന്ന പേരാണ് എന്താ പറയുക? ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. വ്യക്തമാവുന്നുണ്ടോ? ഗെറ്റിംഗ് എ ക്ലാരിറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളിലോട്ട് ഒന്നും കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന അക്കൗണ്ടിങ് ടേം ആണ്, 8th അക്കൗണ്ടിങ് ടേം ആണ് എക്സ്പെൻസ്. എന്താണ്? എക്സ്പെൻസ്. ഓക്കെ, എക്സ്പെൻസ്. അപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് കോസ്റ്റുകൾ പല രീതിയിലുണ്ടാവും. ചില കോസ്റ്റുകൾ റിപ്പീറ്റേറ്റീവ് ആണ്, അതുകൊണ്ട് ലോങ് ടേം ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. അങ്ങനത്തെ കോസ്റ്റുകൾ എക്സ്പെൻസ് എന്ന് വിളിക്കും. ചില കോസ്റ്റുകൾ നമുക്ക് ചിലവായി കഴിഞ്ഞാൽ ലോങ് ടേമുക്ക് നമുക്ക് എന്ത് കിട്ടും? ബെനിഫിറ്റ് കിട്ടും. ആ കോസ്റ്റുകളെ നമ്മൾ എന്തെന്ന് വിളിക്കും? ആ കോസ്റ്റുകളെ നമ്മൾ അസറ്റ് എന്ന് വിളിക്കും അല്ലേ. അതേപോലെ തന്നെയാണ് ഏതിൻ്റെ കേസും. അതേപോലെ തന്നെയാണ് നമ്മുടെ ആരുടെ കേസും? നമ്മുടെ നമ്മുടെ ലൈക്ക് എന്താ പറയുക, നമ്മുടെ ബിസിനസ്സിൻ്റെ കേസും. അപ്പോൾ ബിസിനസ്സിൻ്റെ കേസിലോട്ട് വരികയാണെങ്കിൽ, സേ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങി, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തു, അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങി. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ അസറ്റ്സ് ആണ്, റിസോഴ്സസ് ആണ്, വിച്ച് യു ക്യാൻ യൂസ് ആൻഡ് ദേ വിൽ ഗിവ് യു ലോങ് ടേം ബെനിഫിറ്റ് അല്ലേ. ലോങ് ടേം ബെനിഫിറ്റുകൾ തരുന്ന റിസോഴ്സസ് ആണ് ആക്ച്വലി നമ്മൾ ഈ പറഞ്ഞ പ്ലാന്റ് ആൻഡ് മെഷീനറി ആയിക്കോട്ടെ, ബിൽഡിംഗ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ കാർ ആയിക്കോട്ടെ അല്ലേ, അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ആയിക്കോട്ടെ, ലാൻഡ് ആയിക്കോട്ടെ. ഇതൊക്കെ എന്താണ്? ദീസ് ആർ ഓൾ കോസ്റ്റ്.
വിച്ച് ഇൻവോൾവ്സ് ഔട്ട്ഫ്ലോ അല്ലേ, ഇതിനകത്ത് ഔട്ട്ഫ്ലോ ഉണ്ട്, പക്ഷെ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ലോങ് ടേമിക്ക് ബെനിഫിറ്റ് തരും. അതെന്താണ്, നോർമലി എന്താണ്, റിക്കറിംഗ് ഇൻ നേച്ചർ ആണോ നോൺ റിക്കറിംഗ് ഇൻ നേച്ചർ ആണോ? ദേ ആർ ജനറലി നോൺ റിക്കറിംഗ് ആണ്, നമ്മൾ എപ്പോഴും വാങ്ങുന്നില്ല. ബട്ട് ബിസിനസ്സിലോട്ട് വരുന്ന സമയത്ത് ദർ ആർ സം കോസ്റ്റ് വിച്ച് ആർ റിപ്പീറ്റേറ്റീവ് ഇൻ നേച്ചർ. സേ ഫോർ എക്സാമ്പിൾ, യു പെയ്ഡ് wages and the employee or the casual worker will work for the lifelong? No അല്ലേ, എടാ വർക്ക് ചെയ്യോ? ഇല്ല. അതേപോലെ തന്നെ യു ബോട്ട് സം ഗുഡ്സ് എന്താ നമ്മൾ പറഞ്ഞു അല്ലേ, ഗുഡ്സ് വാങ്ങിക്കഴിഞ്ഞാൽ ലൈഫ് ലോങ് ഇനി ഗുഡ്സ് വാങ്ങണ്ടേ? യെസ്, യു നീഡ് ടു ബൈ അല്ലേ. അതേപോലെ തന്നെ റെന്റ് പേ ചെയ്തു, ഇൻട്രസ്റ്റ് പേ ചെയ്തു. ദീസ് ആർ ഓൾ കോസ്റ്റ് which involves outflow which are repetitive in nature. The benefit expires അല്ലേ, ബെനിഫിറ്റ് തീർന്നു പോകും. എപ്പോൾ? ഇൻ ദ ഷോർട്ട് ടേം. ബെനിഫിറ്റ് ലോങ് ടേം ഒക്കെ അവൈലബിൾ ആണോ? അല്ല. സച്ച് കോസ്റ്റ്സ് ആർ കോൾഡ് ആസ് വാട്ട്? എക്സ്പെൻസസ്. അപ്പോൾ എന്താണ് ഈ എക്സ്പെൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്? ദീസ് ആർ ആക്ച്വലി കോസ്റ്റ്, ചെലവുകളാണ്. കോസ്റ്റ്, ഓക്കെ, ഹിന്ദിയിൽ ഗർച്ച എന്നൊക്കെ പറയും. യെസ്, ചുമ്മാ പറഞ്ഞാണ്. അപ്പോൾ ദീസ് ആർ കോസ്റ്റ് റിലേറ്റഡ് ടു ഡേ ബിസിനസ് ഓപ്പറേഷൻ. ഈ കോസ്റ്റിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷനുമായിട്ട് കണക്റ്റഡാണ്. ഇതാണ് ആ ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻ അല്ലേ, ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പം നമ്മളൊരു മെഷീനറി വാങ്ങുക എന്ന് പറഞ്ഞാൽ മെഷീനറി വാങ്ങലല്ല ഡേ ടു ഡേ ഓപ്പറേഷൻ, പക്ഷേ നമ്മൾ ഗുഡ്സ് വാങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേ ടു ഡേ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടതാണ്. കറക്റ്റ്, ഓക്കെ. അപ്പോൾ ദീസ് ആർ കോസ്റ്റ് മീൻസ് ഔട്ട്ഫ്ലോ റിലേറ്റഡ് ടു ഡേ ടു ഡേ ബിസിനസ് ഓപ്പറേഷൻ. അത് റിക്കറിംഗ് ഇൻ നേച്ചർ ആണ്. റിക്കറിംഗ് മീൻസ് റിപ്പീറ്റേറ്റീവ് ഇൻ നേച്ചർ ആണ്. അതേപോലെ തന്നെ അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾ ആ കോസ്റ്റ് ചിലവാക്കി കഴിഞ്ഞാൽ ഹൗ ലോങ് ആർ യു ഗോയിങ് ടു ഗെറ്റ് ദ ബെനിഫിറ്റ് വിൽ എക്സ്പയർ ഇൻ ദ ഷോർട്ട് റൺ തന്നെ എന്ത് ചെയ്യും, അതിൻ്റെ ബെനിഫിറ്റ് എന്ത് ചെയ്യും, എക്സ്പയർ ചെയ്യും. അങ്ങനത്തെ സച്ച് കൈൻഡ് ഓഫ് കോസ്റ്റുകളെ പറയുന്ന പേരാണ് എന്ത്? എക്സ്പെൻസസ്. ഓക്കെ. അപ്പോൾ ക്യാൻ ഐ ഗിവ് യു ആൻ ആക്ടിവിറ്റി? ഞാനേ ഒരു ചെറിയൊരു ആക്ടിവിറ്റി തരാം. ഇതിന് മുമ്പ് ഞാൻ ആക്ടിവിറ്റി തന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഊഹം. ലെറ്റ്സ് ട്രീറ്റ് ദിസ് ആക്ടിവിറ്റി ആസ് ആക്ടിവിറ്റി നമ്പർ 1. ദിസ് മസ്റ്റ് ബി ദെയർ ഇൻ യുവർ ബുക്സ്. ഓക്കെ, ആക്ടിവിറ്റി നമ്പർ 1. ഓക്കെ, നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ ഉടനീളം ഒരു ലോങ് ലിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ടാവും നമുക്ക് ചെയ്യാൻ. അപ്പോൾ അതെല്ലാം നിങ്ങൾ സെപ്പറേറ്റ് ബുക്സ് കീപ്പ് ചെയ്തിട്ട് അതിൽ നോട്ട് ഡൗൺ ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്. ഡോണ്ട് മിസ് എനിത്തിങ്. ഓക്കെ, അതിലൊന്നും മിസ്സാക്കരുത്. അപ്പോൾ നമുക്കൊരു ആക്ടിവിറ്റി 1 ആയിട്ട് നമുക്ക് ചെയ്യാം. ലെറ്റ്സ് റൈറ്റ് ഡൗൺ ഫ്യൂ. Purchase of land, purchase of goods, wages paid, for workers constructing building, patent purchased, computer shop, bought computer, furniture shop bought computer, cost of registration of patent, compound wall for land constructed. I hope you completed writing. But the next task is you need to categorize this. എടാ ഇതിനെ നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യണം. സം ആർ എക്സ്പെൻസസ് ആൻഡ് സം ആർ അസറ്റ്സ്. കുറച്ച് അസറ്റ്സ് ആണ്, കുറച്ച് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് എക്സ്പെൻസ്, ഏതൊക്കെയാണ് അസറ്റ്സ് എന്നുള്ളതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്. പിന്നെ ഏതൊക്കെയാണ് എക്സ്പെൻസ്, ഏതൊക്കെയാണ് അസറ്റ്സ് എന്നുള്ളതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ പിന്നെ കാറ്റഗറൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ, കമോൺ ട്രൈ ചെയ്ത് നോക്കിയേ.
നോക്കാം നമുക്ക് ഏതൊക്കെയാണ് നമുക്ക് അസറ്റുകൾ എന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് നമുക്ക് അസറ്റ് നമുക്ക് നോക്കാം. ഓക്കെ, ഏതൊക്കെയാണ് അസറ്റുകൾ നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് അസറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് അസറ്റ് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? പർച്ചേസ് ഓഫ് ലാൻഡ്. നമ്മൾ ലാൻഡ് വാങ്ങിക്കഴിഞ്ഞാൽ ലോങ് ടേമുക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓഫ് കോഴ്സ് എന്താണ് പർച്ചേസ് ഓഫ് ലാൻഡ് എന്താണ്? നമുക്ക് അസറ്റാണ് അല്ലേ? എടാ പർച്ചേസ് ഓഫ് ലാൻഡ് നമുക്ക് അസറ്റ് അല്ലേ? യെസ്, ലോങ് ടേമുക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ആൻ അസറ്റ്, അൺഡൗട്ടഡ്ലി ഇറ്റ്സ് ആൻ അസറ്റ്. ദെൻ പർച്ചേസ് ഓഫ് ഗുഡ്സ്. ഗുഡ്സ് വാങ്ങിക്കഴിഞ്ഞാലോ ഗുഡ്സ് വാങ്ങുക എന്ന് പറഞ്ഞാൽ അത് റിലേറ്റഡ് ടു ഡേ ടു ഡേ ബിസിനസ് ഓപ്പറേഷനാണ്. നമ്മൾ ഇപ്പോൾ വാങ്ങും, എന്നും വാങ്ങും അല്ലേ? നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതെന്താണ്? അസറ്റ് അല്ല, ദാറ്റ് ഈസ് ആൻ എക്സ്പെൻസ്. അത് എക്സ്പെൻസ് ആണ് അല്ലേ? വേജസ് പെയ്ഡോ ഈ വീക്ക് നിങ്ങൾ അടക്കണം, നെക്സ്റ്റ് വീക്ക് അടക്കണം, പിന്നെ നിങ്ങൾ അടക്കണം അല്ലേ? വേജസ് പെയ്ഡ് ഈസ് ഒബ്വിയസ്ലി ഏതാണ്? എക്സ്പെൻസ് ആണ്. വേജസ് പെയ്ഡ് എന്ന് കേട്ടിട്ട് ചാടി കയറിയത് എക്സ്പെൻസ് ആക്കല്ലേ. ഫോർ വർക്കേഴ്സ് കൺസ്ട്രക്ടിങ് ബിൽഡിംഗ്. അവർ ബിൽഡിംഗ് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബിൽഡിങ്ങിന് വേണ്ടി നമ്മൾ വേജ് കൊടുത്താൽ വേജ് എന്നുള്ള ആസ്പെക്റ്റ് അല്ല നിങ്ങൾ നോക്കണ്ടേ. അത് എവിടെയാണ്, എന്തിനാണ് വേജ് കൊടുക്കുന്നത്? ബിൽഡിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ബിൽഡിംഗ് എന്നുള്ള അസറ്റ് അല്ല അവിടെ ബിൽഡ് ആവുക. അതെ, അപ്പോൾ ബിൽഡിംഗ് എന്ന് പറഞ്ഞ അസറ്റിന് വേണ്ടി വേജ് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ആൻ അസറ്റ്. എടാ അതെന്താണ്? അസറ്റാണ്. പാറ്റൻറ്റ് പർച്ചേസ് ചെയ്തു. പാറ്റൻറ്റ് പറഞ്ഞാൽ എക്സ്ക്ലൂസീവായിട്ട് നമുക്കൊരു ടെക്നോളജി അതല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റൊക്കെ മാനുഫാക്ചർ ചെയ്യാനുള്ള എക്സ്ക്ലൂസീവ് റൈറ്റിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? പാറ്റൻറ്റ്. ഓക്കെ, അപ്പോൾ പാറ്റൻറ്റ് പർച്ചേസ്ഡ് പറഞ്ഞാൽ ഏതാണ്? പാറ്റൻറ്റ് പർച്ചേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറ്റൻറ്റ് പർച്ചേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ അസറ്റാണ്. ദെൻ കമ്പ്യൂട്ടർ ഷോപ്പ് ബോട്ട് കമ്പ്യൂട്ടർ വാങ്ങി. കമ്പ്യൂട്ടർ മേടിച്ചു എന്ന് പറഞ്ഞാൽ അസറ്റാണ്. പക്ഷെ കമ്പ്യൂട്ടർ ഷോപ്പാണ് ഇത് മേടിച്ചത്. കമ്പ്യൂട്ടർ മേടിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? അവരുടെ ഗുഡ്സ് അല്ലേ? ആലോചിച്ച് നോക്കിയേ, കമ്പ്യൂട്ടർ ഷോപ്പ് കമ്പ്യൂട്ടർ മേടിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ഗുഡ്സ് ആണ് അല്ലേ? കറക്റ്റ്, ദാറ്റ്സ് എ ഗുഡ്സ്. അപ്പോൾ അവർ കമ്പ്യൂട്ടർ ഷോപ്പ് ഇനിയും കമ്പ്യൂട്ടർ വാങ്ങും, പിന്നെ വാങ്ങും. കാരണം അവരങ്ങനെ സെല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ ബൈയിങ് ദിസ് ഫോർ റീസെയിൽ. അവർ റീസെയിലിന് വേണ്ടിയിട്ടാണ് മേടിക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ ഷോപ്പ് കമ്പ്യൂട്ടർ മേടിച്ചു കഴിഞ്ഞാൽ അത് എക്സ്പെൻസ് ആണ്. ഫർണിച്ചർ ഷോപ്പിൽ കമ്പ്യൂട്ടർ മേടിച്ചാലോ? ഫർണിച്ചർ ഷോപ്പിൽ ഫേർണിച്ചറാണ് വാങ്ങുക. ഫേർണിച്ചർ ഷോപ്പിൽ കമ്പ്യൂട്ടർ മേടിച്ചു കഴിഞ്ഞാൽ അത് അവർ യൂസ് ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ്. അപ്പോൾ അതെന്താണ്? അസറ്റാണോ ഗുഡ്സ് ആണോ? അസറ്റാണ്. അപ്പോൾ ദാറ്റ് ഈസ് പർച്ചേസ് ഓഫ് അസറ്റ് ആണ് അല്ലേ? ദെൻ ഒരു പാറ്റൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വരുന്ന ചിലവുകൾ എന്ന് പറഞ്ഞാൽ ഏതൊരു അസറ്റ് ആയിക്കോട്ടെ, ആ അസറ്റുമായി ബന്ധപ്പെട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്ന എല്ലാ കോസ്റ്റുകളും എന്താണ്? പിന്നെ അസറ്റിലോട്ടാണ് അല്ലെങ്കിൽ അസറ്റായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ലാൻഡൊക്കെ വാങ്ങുന്ന സമയത്ത് ലാൻഡിന് ഒരു വില ഉണ്ട് 50 ലക്ഷം. അത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സ്റ്റാമ്പ് ഡ്യൂട്ടി പോലത്തെ മീൻസ് എന്താ പറയുക 2 lakh ഒക്കെ നമുക്ക് എന്ത് ചെയ്തു? സ്പെൻഡായി. $2 lakh ഒക്കെ നമുക്ക് സ്പെൻഡായി. അപ്പോൾ അങ്ങനെ $2 lakh ഒക്കെ നമുക്ക് സ്പെൻഡ് ആവുകയാണെങ്കിൽ ആ $52 lakh നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ലാൻഡിൻ്റെ കോസ്റ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ലാൻഡ് മേടിക്കാൻ വേണ്ടി ലാൻഡിൻ്റെ പ്രൈസ് മാത്രം കൊടുത്താൽ പോരല്ലോ, അത് രജിസ്ട്രേഷനും ചെയ്യണമല്ലോ. അതും നമ്മൾ ലാൻഡിൻ്റെ കോസ്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ട്രീറ്റ് ചെയ്യേണ്ടത്. കോസ്റ്റ് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് പാറ്റൻറ്റ് എന്താണ് വരിക? ദാറ്റ് ഇസ് ട്രീറ്റഡ് ആസ് അസറ്റ്. ദെൻ കോമ്പൗണ്ട് വാൾ ഫോർ ലാൻഡ് കൺസ്ട്രക്റ്റഡ്. ലാൻഡിനെ നമ്മൾ കോമ്പൗണ്ട് വാൾ കൺസ്ട്രക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ലാൻഡിൻ്റെ വാല്യൂ കൂട്ടുക, അല്ലെങ്കിൽ നമ്മൾ എല്ലാ വർഷവും കോമ്പൗണ്ട് വാൾ കൺസ്ട്രക്ട് ചെയ്യുമോ? ഇതെന്താ മുൾവേലിയോ? ഡോണ്ട് ഡു ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇത് എന്തായിട്ട് ട്രീറ്റ് ചെയ്യുക? നമ്മൾ അസറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുക? ട്രീറ്റ് ചെയ്യുക കേട്ടോ. അസറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുക? ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ദാറ്റ് വാസ് ജസ്റ്റ് എ കാറ്റഗറൈസേഷൻ ഓഫ് ആരൊക്കെയാണ് അസറ്റ് ആരൊക്കെയാണ് എക്സ്പെൻസ് എന്നുള്ളൊരു കാറ്റഗറൈസേഷനാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന 8th ബേസിക് അക്കൗണ്ടിങ് ടേമാണ് എക്സ്പെൻസ്. അപ്പോൾ എക്സ്പെൻസ് എന്താണെന്നുള്ളത് ഞാനൊന്ന് നോട്ട് ഡൗൺ ചെയ്താൽ ദീസ് ആർ കോസ്റ്റ്. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റാണ് റിലേറ്റഡ് ടു ഡേ ടു ഡേ ബിസിനസ് ഓപ്പറേഷൻ. These are costs related to day-to-day business operation which are recurring in nature and their benefits expires in the short term. ഷോർട്ട് ടേമിൽ എന്ത് ചെയ്യുന്നുണ്ട്? ബെനിഫിറ്റ് എക്സ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐ ഹോപ്പ് ലാസ്റ്റ് ഒരു 15 minutes ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പെൻസിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ എക്സ്പെൻസിൻ്റെ ഒരു വ്യക്തമായ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയെന്ന്
ഞാൻ വിചാരിക്കുന്നു. മൂവിങ് ടു ദ നെക്സ്റ്റ് ആസ്പെക്ട് ദാറ്റ് ഈസ് ഇൻകം. 9th one ഇൻകം. ഇൻകം 9th അക്കൗണ്ടിങ് ടേം ഇൻകം. ഓക്കെ, ഇൻകം. അപ്പോൾ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മൾ ഗുഡ്സ് സെല്ല് ചെയ്യുക, അതുപോലെ റെൻറ്റ് റിസീവ് ചെയ്യുക, കമ്മീഷൻ റിസീവ് ചെയ്യുക, ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുക. ദീസ് ആർ ആക്ച്വലി മണി ഏൺഡ്. മണി ഏൺഡ് എന്ന് പറഞ്ഞാൽ പൈസ കിട്ടണം എന്നില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗുഡ്സ് സെല്ല് ചെയ്തു. അപ്പോൾ ഗുഡ്സ് സെല്ല് ചെയ്തപ്പോൾ നമ്മൾ ആ കസ്റ്റമർ നമ്മളോട് പറഞ്ഞു ഞാൻ അടുത്ത മാസം തരാം പൈസ എന്ന് പറഞ്ഞു. അപ്പോൾ അത് സെയിൽസാണ്. ഗുഡ്സ് സെല്ല് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഗുഡ്സ് വിൽക്കുക എന്ന് പറഞ്ഞാൽ സെയിൽസാണ്. അപ്പോൾ ക്യാഷ് നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ, ഇല്ല. പകരം നമുക്ക് ആ പൈസ തരാനുള്ള ഒരാൾ, അവിടെ പൈസ കിട്ടിയ പോലെ പൈസ തരാനുള്ള ഒരാൾ അവിടെ ഉണ്ടായില്ലേ, അല്ലേ? അപ്പോൾ നമുക്കവിടെ പറയാം അതെന്താണ്? ക്യാഷ് റിസീവ് ചെയ്തിട്ടില്ല, പക്ഷേ ഒരു മണി ഏൺഡ് പോലെ ക്യാഷ് അവിടെ ജനറേറ്റ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ മണിയുടെ ഒരു മണി വേർത്ത് അവിടെ ഉണ്ടാവുന്നുണ്ട്. അയാൾ അടുത്ത മാസം നമുക്ക് എന്ത് ചെയ്യും? പൈസ തരും. അപ്പോൾ ക്യാഷായിട്ട് കയ്യിൽ കിട്ടണമെന്ന് നിർബന്ധമല്ല. ഇൻകം ആവാൻ ക്യാഷായിട്ട് കയ്യിൽ കിട്ടണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ഇൻകത്തിന് എക്സാമ്പിൾ പറയുന്നത് നമ്മൾ ഇങ്ങനത്തെ ഏതൊക്കെയാണ്? സെയിൽ ഓഫ് ഗുഡ്സ്, അതേപോലെ കമ്മീഷൻ റിസീവ്ഡ്, അതേപോലെ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, റെൻറ്റ് റിസീവ്ഡ്. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ദീസ് ആർ ഓൾ എക്സാമ്പിൾസ് ഓഫ് വാട്ട്? ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഇതൊക്കെ ഇൻകത്തിന് എക്സാമ്പിളാണ്, ഇൻകത്തിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇൻകം എന്താ? ഇൻകം എന്ന് പറഞ്ഞാൽ മണി ഏൺഡ്. ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി ഏൺഡ്. അതേപോലെ തന്നെ മണി ഏൺഡ് എപ്പോൾ? ഡ്യൂറിങ് ദ ഡേ ടു ഡേ ബിസിനസ് ഓപ്പറേഷൻസ്. ഡേ ടു ഡേ ബിസിനസ് ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന നമ്മൾ ഏൺ ചെയ്യുന്ന എല്ലാ പൈസയും എന്താണ്? പിന്നെ ഇൻകമാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആൻഡ് ദേ ആർ റിക്കറിങ് ഇൻ നേച്ചർ. അത് റിപ്പീറ്റേറ്റീവ് ഇൻ നേച്ചർ ആണ് കേട്ടോ. ദേ ആർ റിക്കറിങ് ഇൻ നേച്ചർ ആൾസോ. അവരെന്താണ്? റിക്കറിങ് ഇൻ നേച്ചർ ആണ് കേട്ടോ. ദേ ആർ റിക്കറിങ് ഇൻ നേച്ചർ ആൾസോ. അപ്പോൾ മണി ഏൺഡ് ഡ്യൂറിങ് ദ ഡേ ടു ഡേ ബിസിനസ് ഓപ്പറേഷൻസ് ആൻഡ് ദേ ആർ റിക്കറിങ് ഇൻ നേച്ചർ. മണി ഏൺഡ് ഡ്യൂറിങ് ദ ഡേ ടു ഡേ ബിസിനസ് ഓപ്പറേഷൻ ആൻഡ് ദേ ആർ റിക്കറിങ് ഇൻ നേച്ചർ. മണി ഏൺഡ് ഡ്യൂറിങ് ദ ഡേ ടു ഡേ ബിസിനസ് ഓപ്പറേഷനാണ്, അത് റിക്കറിങ് ഇൻ നേച്ചറാണ് കേട്ടോ. മണി ഏൺഡ് ഡ്യൂറിങ് ദ ഡേ ടു ഡേ ബിസിനസ് ഓപ്പറേഷൻ, അതേപോലെ തന്നെ ദേ ആർ റിക്കറിങ് ഇൻ നേച്ചർ. മണി ഏൺഡ് ഡ്യൂറിങ് ദ ഡേ ടു ഡേ ബിസിനസ് ഓപ്പറേഷൻ, അതേപോലെ തന്നെ ദേ ആർ റിക്കറിങ് ഇൻ നേച്ചർ. ഡേ ടു ഡേ ബിസിനസ് ഓപ്പറേഷനിൽ നമ്മൾ ഏൺ ചെയ്യുന്ന പൈസനെ അല്ലെങ്കിൽ മണീനെ പറയുന്ന പേരാണ് ഇൻകം. അത് റിക്കറിങ് ഇൻ നേച്ചറാണ്. ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയാം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു പ്ലാന്റ് ആൻഡ് മിഷനറി വിറ്റു. സെയിൽ ഓഫ് പ്ലാന്റ് ആൻഡ് മിഷനറി അത് നമുക്ക് ഇൻകം ആണോ? അല്ല. കാരണം പ്ലാന്റ് ആൻഡ് മിഷനറി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആൻഡ് മിഷനറി അതിന് ലൈഫോ മറ്റോ കഴിയുമ്പോൾ അല്ലെങ്കിൽ അത് ഉപയോഗശൂന്യമാവുന്ന സമയത്ത് നമ്മളത് എടുത്ത് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും നമ്മളെ അസറ്റ് അല്ല, നമ്മളെ ഇൻകം അല്ല. ഇൻകം എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ ബിസിനസ് ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് പ്ലാന്റ് ആൻഡ് മിഷനറി വിൽക്കലാണോ നമ്മളെ ആക്ടിവിറ്റി? അല്ല, അല്ലേ? പ്ലാന്റ് ആൻഡ് മിഷനറി സെല്ല് ചെയ്യലാണോ? ഒരിക്കലും അല്ല. അപ്പോൾ പ്ലാന്റ് ആൻഡ് മിഷനറി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അസറ്റാണ്. ആ അസറ്റ് സെല്ല് ചെയ്താൽ കിട്ടുന്നത് ഒരിക്കലും ഇൻകം അല്ല. അതേപോലെ തന്നെ നമ്മൾ ലാൻഡ് വിറ്റത് ഇൻകം ആണോ? അല്ല. നേരെ മറിച്ച് ഒരു റിയൽ എസ്റ്റേറ്റ് ഡീലർ ലാൻഡ് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻകം അല്ലേ? ഒരു റിയൽ എസ്റ്റേറ്റ് ഡീലർ ലാൻഡ് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻകം അല്ലേ? കറക്റ്റ് അല്ലേ? റിയൽ എസ്റ്റേറ്റ് ഡീലർ ലാൻഡ് സെല്ല് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അയാളുടെ ഡേ ടു ഡേ ബിസിനസ് ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ് അയാൾ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ എന്താണത്? അത് അയാളുടെ ഡേ ടു ഡേ ബിസിനസ് ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ് അത് സെല്ല് ചെയ്യുന്നത്. അപ്പോൾ അയാൾക്ക് എന്താണത്? ഇൻകമാണ്, അല്ലേ? അയാളത് സെല്ല് ചെയ്യുന്നത് ഡേ ടു ഡേ ബിസിനസ് ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെഷീനറി ഉണ്ട്. അപ്പോൾ അല്ലെങ്കിൽ വേണ്ട ഒരു ജനറേറ്റർ ഉണ്ട്. നമ്മൾ ആ ജനറേറ്റർ എടുത്ത് സെല്ല് ചെയ്തു. നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജനറേറ്റർ നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്തു? സെല്ല് ചെയ്തു. അപ്പോൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജനറേറ്റർ നമ്മൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻകം അല്ല. പക്ഷേ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹോണ്ട ജനറേറ്റർ കമ്പനി ഒരു ജനറേറ്റർ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ ജനറേറ്റർ അവരുടെ ഗുഡ്സാണ്. അവർ ഇന്നും ജനറേറ്റർ വിൽക്കും, നാളെ വിൽക്കും, മറ്റന്നാളും വിൽക്കും, പിന്നെ വിൽക്കും. കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നില്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ദ പോയിന്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ആ രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ.
ഓക്കെ. അപ്പോൾ സെയിൽ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി, സെയിൽ ഓഫ് ലാൻഡ്, അതുപോലെ തന്നെ നമുക്ക് ലോൺ കിട്ടി, ലോൺ റിസീവ് ചെയ്തു. ഇതൊന്നും എന്തല്ല എടാ, ഇതൊന്നും നമ്മുടെ ഇൻകം അല്ല കേട്ടോ. ദീസ് ആർ നോട്ട് അവർ ഇൻകം. ഇതൊന്നും നമ്മുടെ ഇൻകം അല്ല. ദീസ് ആർ നോട്ട് അവർ ഇൻകം. അപ്പോൾ ഇൻകം എന്ന് പറഞ്ഞാൽ മണി ഏൺഡാണ്. പിന്നെ മണി ഏൺഡാണ്. അപ്പോഴേ ഇതാണ് ഇൻകത്തിൻ്റെ കേസ്. അപ്പോൾ നമുക്ക് ഇൻകം എക്സ്പെൻസും നമുക്കൊന്ന് ബൈഫർക്കേറ്റ് ചെയ്ത് പറഞ്ഞാലോ. ഇൻകം എക്സ്പെൻസും നോക്കിയേ, ഇൻകം അതുപോലെ എക്സ്പെൻസ്, ഇൻകം അതേപോലെ തന്നെ എക്സ്പെൻസ്. ഓക്കെ. ഇൻകം എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻഫ്ലോ ആണ് അല്ലേ. മണി ഏൺഡ് പറഞ്ഞാൽ ഇൻഫ്ലോ ആണ്. എക്സ്പെൻസ് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഔട്ട്ഫ്ലോ അല്ലേ. കാരണം ഈ ഔട്ട്ഫ്ലോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കോസ്റ്റ് ആണ്. ഇൻഫ്ലോ പറയുമ്പോൾ എന്താണെന്ന് നമുക്കറിയാം, ഇറ്റ് ഈസ് മണി ഏൺഡ് ആണ്. ഇനി ഇത് രണ്ടിനും ഒരു സിമിലാരിറ്റി ഉണ്ട്. എന്താണ്? ബോത്ത് റിലേറ്റഡ് ടു ഡേ ടു ഡേ ബിസിനസ് ഓപ്പറേഷൻ. രണ്ടും റിലേറ്റഡ് ടു ഡേ ടു ഡേ ബിസിനസ് ഓപ്പറേഷൻ ആണ് അല്ലേ. യെസ്, റിലേറ്റഡ് ടു ഡേ ടു ഡേ ബിസിനസ് ഓപ്പറേഷൻ. രണ്ടും റിലേറ്റഡ് ടു ഡേ ടു ഡേ ബിസിനസ് ഓപ്പറേഷൻ ആണ്. അതേപോലെ തന്നെ രണ്ടിനുള്ള അടുത്തൊരു ഫീച്ചറാണ് എന്ത്? ദേ ആർ റിക്കറിങ് ഇൻ നേച്ചർ. രണ്ടും എന്താണ്? റിക്കറിങ് ഇൻ നേച്ചർ ആണ്. എന്താ റിക്കറിങ് നേച്ചർ പറഞ്ഞാൽ ദേ ആർ റിപ്പീറ്റേറ്റീവ് ഇൻ നേച്ചർ. റിപ്പീറ്റേറ്റീവ് ഇൻ നേച്ചർ ആണ്. ഓക്കെ, ദേ ആർ റിപ്പീറ്റേറ്റീവ് നേച്ചർ. കറക്റ്റ്. അപ്പോൾ ദിസ് ഈസ് എ ബൈഫർക്കേഷൻ ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻസ്. ഒന്ന് ഡീപ്പായിട്ട് നോക്കിയേ. ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻഫ്ലോ മണി ഏൺഡ്. രണ്ടും റിലേറ്റഡ് ടു ഡേ ടു ഡേ ബിസിനസ് ഓപ്പറേഷൻ ആണ്. രണ്ടും എന്താണ്? റിക്കറിങ് ഇൻ നേച്ചർ ആണ്. അതേപോലെ എക്സ്പെൻസ് ആണ് എന്താണ്? ദാറ്റ് ഈസ് ഔട്ട്ഫ്ലോ ആണ്. അതേപോലെ തന്നെ അത് എന്താണ്? റിലേറ്റഡ് ടു ഡേ ടു ഡേ ബിസിനസ് ഓപ്പറേഷൻ ആണ്. അതുപോലെ എന്താണ്? റിക്കറിങ് ഇൻ നേച്ചർ ആണ്. ഇറ്റ് ഈസ് റിക്കറിങ് ഇൻ നേച്ചർ. ഗെറ്റിംഗ് എ ക്ലാരിറ്റി? എടാ മനസ്സിലാവുന്നുണ്ടോ? ഇനി അസെറ്റ്സ് നമുക്ക് ഇങ്ങനെ എഴുതാം. അസെറ്റ്സ് ലാബിലിറ്റി ഇതേപോലെ എഴുതാൻ പറ്റും. അസെറ്റ് എന്താണ്? അസെറ്റ് ഈസ് എ റിസോഴ്സ് ആണ്. ഓണർഷിപ്പ് വേണമെന്നില്ല, കൺട്രോൾഡ് ബൈ ദ എൻറ്റിറ്റി. അതിൽ നമുക്ക് എന്ത് കിട്ടും? വിൽ ബി ഗെറ്റിംഗ് ഫ്യൂച്ചർ ബെനിഫിറ്റ്സ് കേട്ടോ. ഫ്യൂച്ചർ പ്രോഫിറ്റ് കിട്ടും. ഫ്യൂച്ചർ പ്രോഫിറ്റ് ഏത് രീതിയിലാണ് വരിക? ഇൻ ദ ഫോം ഓഫ് ഇൻഫ്ലോ. അസെറ്റ് അല്ലേ, ഇപ്പോൾ ഒരു പ്ലാന്റ് മെഷീനറി അല്ലെങ്കിൽ ഏതൊരു അസറ്റ് ആണെങ്കിലും പിന്നെ അതിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? അസറ്റ് ഒരു റിസോഴ്സാണ്. അത് ബിസിനസ് കൺട്രോൾ ചെയ്യുന്ന ഒരു റിസോഴ്സാണ്. അതിൽ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് എന്ത് കിട്ടും? വിൽ ബി ഗെറ്റിംഗ് വാട്ട്? പ്രോഫിറ്റ് എങ്ങനെ വരിക? ഇൻ ദ ഫോം ഓഫ് ഇൻഫ്ലോ. അതേപോലെ യു ആർ ഹാവിങ് ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ലാബിലിറ്റി ഈസ് ഒബ്ലിഗേഷൻ. ഓക്കെ, ഒബ്ലിഗേഷൻ ആണ്. ഒബ്ലിഗേഷൻ മീൻസ് കമ്മിറ്റ്മെൻറ്റ്. ദാറ്റ് ഈസ് ടു ബി സെറ്റിൽഡ് ഇൻ ദ ഫ്യൂച്ചറിൽ നമ്മൾ സെറ്റിൽ ചെയ്യേണ്ട ഒരു കമ്മിറ്റ്മെൻറ്റ്, ബാധ്യത, അതിനൊക്കെ പറയുന്ന പേരാണ് എന്ത്? ലാബിലിറ്റി, ഒബ്ലിഗേഷനാണ്. അപ്പോൾ ആ ഒബ്ലിഗേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ടു ബി സെറ്റിൽഡ്, അത് സെറ്റിൽ ചെയ്യണം. ടു ബി സെറ്റിൽഡ് ഇൻ ഫ്യൂച്ചർ. സെറ്റിൽ ചെയ്യാറിന് അടച്ചു തീർക്കുക. ടു ബി സെറ്റിൽഡ് ഇൻ ദ ഫ്യൂച്ചർ. അങ്ങനെ സെറ്റിൽ ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവും? അവിടെ ദർ വിൽ ബി ഔട്ട്ഫ്ലോ ഉണ്ടാവുക അതോ ഇൻഫ്ലോ ഉണ്ടാവുക? ദർ വിൽ ബി ഔട്ട്ഫ്ലോ കേട്ടോ. അപ്പോൾ നോക്കിയടാ, അസറ്റിൻ്റെ ഓപ്പോസിറ്റ് ലാബിലിറ്റി. ജസ്റ്റ് ലെറ്റ്സ് ഹാവ് എ ലുക്ക്. അസറ്റിൻ്റെ ഓപ്പോസിറ്റ് ലാബിലിറ്റി, ഇൻകത്തിൻ്റെ ഓപ്പോസിറ്റ് എക്സ്പെൻസ്,
ഇക്വിറ്റി അല്ലേ, ഇക്വിറ്റി നമ്മൾ പറയുന്നു ക്യാപിറ്റൽ ഇക്വിറ്റി. ഇക്വിറ്റിൻ്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ഡ്രോയിങ്സ് കേട്ടോ. പിന്നെ ഗുഡ്സിൻ്റെ ഓപ്പോസിറ്റ് വേണമെങ്കിൽ സർവീസ് എന്നൊക്കെ പറയാം, അതൊന്നും വേണ്ട കേട്ടോ. യെസ്, ഗോഡ് ഇറ്റ്. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് 2 ചെറിയ സിമ്പിളായിട്ട് ടേംസ് പഠിക്കാം. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ യു ആർ ഹാവിങ്, ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, നമ്മൾ ഇൻകത്തിന് നമ്മൾ മെയിനായിട്ട് പറയുന്ന വേർഡ് പറഞ്ഞാൽ റവന്യൂ ആണ് കേട്ടോ. റവന്യൂ നിങ്ങൾ US ഗ്യാപ്പിലൊക്കെ റവന്യൂ എന്നുള്ള വേർഡാണ് കൂടുതൽ യൂസ് ചെയ്യുക കേട്ടോ. റവന്യൂ ഇസ് നത്തിങ് ബട്ട് ഇൻകം. റവന്യൂ ഓക്കെ, റവന്യൂ. ദെൻ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ മറന്നുപോയി, റവന്യൂ ഇൻക്ലൂഡ്സ് ഗെയിൻസ് ആൾസോ. എന്താണ് ഈ ഗെയിൻ ചോദിച്ചു കഴിഞ്ഞാൽ, റവന്യൂ ഇൻക്ലൂഡ്സ് ഗെയിൻസ് ആൾസോ. അതുപോലെ തന്നെ എക്സ്പെൻസ് ഇൻക്ലൂഡ്സ് ലോസസ് ആൾസോ. ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതെന്താന്നുള്ളത്. ഓക്കെ, അപ്പോൾ റവന്യൂ എന്നുള്ള ടേം മറക്കരുത്. റവന്യൂ ഇൻകം മീൻസ് റവന്യൂ കേട്ടോ. ഇൻകത്തിന് പറയുന്ന പേര് റവന്യൂ എന്നാണ് നമ്മൾ ജനറലി പറയുക. റവന്യൂ ഇന്ത്യൻ സിനാരിയോയിലൊക്കെ നമ്മൾ കൂടുതൽ ഇൻകാണ് യൂസ് ചെയ്യുക, പക്ഷേ US ഗ്യാപ്പിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത് കാണുന്നത് റവന്യൂ എന്നുള്ള വേർഡാണ്. അപ്പോൾ റവന്യൂ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ഇൻകം. വേറെ പേടിക്കാനും ടെൻഷൻ അടിക്കാനൊന്നും ഇല്ല കേട്ടോ. യെസ്, അപ്പോൾ അവിടെ അതറിനെയും പോലെ നിങ്ങൾ കൊടുത്തു വെച്ചാൽ മതി. റവന്യൂ, ഇൻകം അല്ലെങ്കിൽ റവന്യൂ. നെക്സ്റ്റ്, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ യു ആർ ഹാവിങ് എ റവന്യൂ ഓഫ് 1000 ആൻഡ് യു ആർ ഹാവിങ് എ ടോട്ടൽ എക്സ്പെൻസ് ഓഫ് 900 ആൻഡ് ഹിയർ യു ഹാവ് എ സർപ്ലസ് 100 അല്ലേ. നിങ്ങളെ ഇൻകം നിങ്ങളെ എക്സ്പെൻസിനേക്കാളും 100 കൂടുതലാണ്, ശരിയല്ലേ? നിങ്ങളെ ഇൻകം നിങ്ങളെ എക്സ്പെൻസിനേക്കാളും എന്താണ്? 100 കൂടുതലാണ്. എടാ ശരിയല്ലേ? നിങ്ങളെ ഇൻകം നിങ്ങളെ എക്സ്പെൻസിനേക്കാളും 100 കൂടുതലാണ്. ഈ 100നെ നമ്മൾ പറയുന്ന പേരാണ് എന്താ അറിയോ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പ്രോഫിറ്റ്. ഇത് നമ്മുടെ എന്താണ്? പ്രോഫിറ്റ് ആണ് കേട്ടോ. ദിസ് ഈസ് അവർ പ്രോഫിറ്റ്. ഇത് നമ്മുടെ പ്രോഫിറ്റ് ആണ്. കറക്റ്റ്, ഇത് നമ്മുടെ പ്രോഫിറ്റ് ആണ്. റെഡി? ദിസ് ഈസ് അവർ പ്രോഫിറ്റ്. ഇത് നമ്മുടെ പ്രോഫിറ്റ് ആണ്. അപ്പോൾ പ്രോഫിറ്റ് എന്താ? പ്രോഫിറ്റ് പറഞ്ഞാൽ നമ്മുടെ റവന്യൂ നമ്മുടെ എക്സ്പെൻസിനേക്കാളും എത്ര അധികമാണ് എന്നതിനെ പറയുന്ന പേരാണ് എന്ത്? പ്രോഫിറ്റ്. എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസ് ഈസ് കോൾഡ് പ്രോഫിറ്റ്. നമ്മുടെ റവന്യൂ അല്ലെങ്കിൽ നമ്മുടെ ഇൻകം നമ്മുടെ എക്സ്പെൻസിനേക്കാളും എത്ര കൂടുതലാണ് എന്ന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? റവന്യൂ. ഗോട്ട് എ ക്ലാരിറ്റി? എടാ മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? യെസ് ഓർ നോ? റവന്യൂ കേട്ടോ. റവന്യൂ. അപ്പോൾ റവന്യൂവിനെ പറയാം, റവന്യൂ അല്ല പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണോ നമ്മുടെ റവന്യൂ നമ്മുടെ എക്സ്പെൻസിനേക്കാളും കൂടുതൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? നമ്മുടെ പ്രോഫിറ്റ്. വി കോൾ ഇറ്റ് പ്രോഫിറ്റ്. അപ്പോൾ പ്രോഫിറ്റ് എന്താ? പ്രോഫിറ്റ് ഈസ് ദ എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസ്. റവന്യൂ എക്സ്പെൻസിനേക്കാളും അധികമുള്ള റവന്യൂവിനെ വിളിക്കുന്ന പേരാണെന്ത്? എക്സ്പെൻസിനേക്കാളും അധികമുള്ള റവന്യൂവിനെ വിളിക്കുന്ന പേരാണെന്ത്? പ്രോഫിറ്റ് കേട്ടോ. പ്രോഫിറ്റ്. അപ്പോൾ എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസ് ഈസ് കോൾഡ് പ്രോഫിറ്റ്. ഇനി നേരെ റിവേഴ്സ് സിനാരിയോ എടാ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നേരെ ഓപ്പോസിറ്റ് സിനാരിയോ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓപ്പോസിറ്റ് സിനാരിയോ എടാ ലുക്ക് അറ്റ് ദ തിങ്ക് അബൌട്ട് ആൻ ഓപ്പോസിറ്റ് സിനാരിയോ. ഓപ്പോസിറ്റ് സിനാരിയോയിൽ ഹാവ് an understanding of this opposite scenario. Opposite scenario what is going to happen? Opposite scenario say നമുക്കുള്ളത് say for example 900 ആണ് നമ്മുടെ റവന്യൂ ഈസ് ഓൺലി 900. അതേപോലെ തന്നെ എക്സ്പെൻസ് ഏതാണ്? ഹൗ മച്ച് ഈസ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസ് വരുന്നത് സേ ഫോർ എക്സാമ്പിൾ ഒരു 900 അല്ല നമ്മുടെ 1000 വരുന്നുണ്ട്. അപ്പോൾ എക്സ്പെൻസ് ആണ് അധികം അല്ലേ? എത്രയാണ് നമ്മുടെ എക്സ്പെൻസ്? നമ്മുടെ ഏതിനേക്കാൾ കൂടുതൽ? റവന്യൂവിനേക്കാൾ കൂടുതൽ. എത്ര കൂടുതൽ? 100 കൂടുതൽ. ഈ 100 നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ അറിയോ? ലോസ്. എന്താ വിളിക്കുക? ലോസ്. അപ്പോൾ ലോസ് കാരണം എന്താ? ലോസ് മീൻസ് അധികമുള്ള എക്സ്പെൻസ്. പ്രോഫിറ്റ് മീൻസ് അധികമുള്ള റവന്യൂ കേട്ടോ. അധികമുള്ള റവന്യൂ. ഓക്കെ, അപ്പോൾ ലോസിന് നമുക്ക് ഇങ്ങനെ പറയാം, എക്സസ് ഓഫ് എക്സ്പെൻസ് ഓവർ റവന്യൂ.
ഈസ് കോൾഡ് നമ്മൾ എന്താ വിളിക്കുന്നതിനെ ലോസ് എടാ അതിനെ വിളിക്കുന്ന പേരാണെന്ത് ലോസ് അല്ലേ. അധികമുള്ള റവന്യൂവിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, അധികമുള്ള എക്സ്പെൻസിനെ വിളിക്കുന്ന പേരാണെന്ത് ലോസ്. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് ലോസ് വരിക? ലോസ് വിൽ കം വെൻ ദ എക്സ്പെൻസ് ഈസ് മോർ കേട്ടോ. എക്സ്പെൻസ് കൂടുതലാകുമ്പോഴാണ് ലോസ് വരിക. അതേപോലെ തന്നെ എപ്പോഴാണ് പ്രോഫിറ്റ് പ്രോഫിറ്റ് വരിക വെൻ ദ റവന്യൂ ഈസ് മോർ. റവന്യൂ കൂടുമ്പോഴാണ് പ്രോഫിറ്റ് വരിക. പ്രോഫിറ്റ് ഒരു ഫേവറബിൾ സിറ്റുവേഷൻ ആയിട്ടും അതുപോലെ ലോസിന് നമ്മളൊരു അൺഫേവറബിൾ സിറ്റുവേഷൻ ആയിട്ടാണ് സാധാരണ നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, പറയാറുള്ളത് കേട്ടോ. ദെൻ റവന്യൂ ഇൻക്ലൂഡ്സ് ഗെയിൻസ് ആൾസോ. ഗെയിൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എപ്പോഴാണ് ഗെയിൻ അല്ലെങ്കിൽ പ്രോഫിറ്റ്. റവന്യൂ ഇൻക്ലൂഡ്സ് ഗെയിൻസ് അഥവാ പ്രോഫിറ്റ്. അപ്പോൾ നമ്മുടെ ഈ പ്രോഫിറ്റുകളെ നമ്മൾ പ്രോഫിറ്റ് ഏതുപോലെ തന്നെയാണ്, റവന്യൂ പോലെ തന്നെയാണ്. കാരണം അധികമുള്ള റവന്യൂ ആണല്ലോ പ്രോഫിറ്റ്, അധികമുള്ള എക്സ്പെൻസ് ആണല്ലോ ലോസ് അല്ലേ. അപ്പോൾ ഈ ലോസ് ആരെ പോലെ തന്നെയാണ്, എക്സ്പെൻസ് പോലെ തന്നെയാണ്. നോ ഫർദർ എക്സ്പ്ലനേഷൻ റിക്വയർഡ് അല്ലേ. എടാ അതിൽ പിന്നെ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ടല്ലോ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? റെഡിയല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ പുതുതായിട്ട് പഠിച്ച ടേമുകൾ ഏതൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് 10th one പ്രോഫിറ്റ്, അതുപോലെ തന്നെ 11th one ലോസ്, പ്രോഫിറ്റ് ലോസ്. റവന്യൂനും അതുപോലെ തന്നെ പിന്നെ ഏതിനു ശേഷം റവന്യൂനും അതുപോലെ തന്നെ ഏതിനു ശേഷം നമ്മുടെ എക്സ്പെൻസിനു ശേഷം നമ്മൾ പഠിച്ച ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് അതേപോലെ തന്നെ ലോസ്. ലെറ്റ് മീ ഗിവ് എൻ എക്സാമ്പിൾ. ഞാനൊരു എക്സാമ്പിൾ പറയാം. ദാറ്റ് എക്സാമ്പിൾ വിൽ ഗിവ് യു എ ക്ലാരിറ്റി റിഗാർഡിങ് നിങ്ങളുടെ ഈ പറഞ്ഞ ബേസിക് ടേംസുമായി ബന്ധപ്പെട്ട എല്ലാ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യും, തരും. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ വി ആർ സ്റ്റാർട്ടിങ് എ ന്യൂ ബിസിനസ്. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? My drawing is very poor, I know. Say for example, you are starting a football turf. Okay. അപ്പോൾ നിങ്ങളൊരു സോൾ പ്രൊപ്പറേറ്റർ അല്ലെങ്കിൽ ഒരു സിംഗിൾ പേഴ്സൺ അല്ലെങ്കിൽ സിംഗിൾ ഓണർ ബിസിനസ് ആയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആകെ ഒരു ഓണർ ഉള്ളൂ. ആ ഓണറിൻ്റെ പേരാണ് സേ ഫോർ എക്സാമ്പിൾ ബാബു ഈസ് ദ ഓണർ. ഓക്കെ, അപ്പോൾ ബാബു വിൽ ബ്രിങ് മണി ടു ദ ബിസിനസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പൈസ ബാബു എന്ത് ചെയ്യും, കൊണ്ടുവരും അല്ലേ. ബാബു കൊണ്ടുവരും. അപ്പോൾ വാട്ട് എവർ മണി ബാബു ബ്രിങ്സ് ടു ദ ബിസിനസ്, ഈ ഫുട്ബോൾ ടർഫിലോട്ട് എത്രയൊക്കെ പൈസ ബാബു കൊണ്ടുവരുന്നുണ്ടോ ആ പൈസനൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഇക്വിറ്റി. ദ മണി ഇൻവെസ്റ്റഡ് ബൈ ഓണർ ഇൻ ടു ബിസിനസ് ഈസ് കോൾഡ് ഇക്വിറ്റി അല്ലേ. ഓണർ ബിസിനസ്സിലോട്ട് കൊണ്ടുവരുന്ന പൈസനെ പറയുന്ന പേരാണ് എന്ത്, ഇക്വിറ്റി. അപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ബാബു ഈസ് ദ ഓണർ, ബാബു ഈസ് ബ്രിങ്ങിങ് മണി ടു ദ ബിസിനസ്, ദാറ്റ് ഈസ് വാട്ട് വി കോൾ ഇക്വിറ്റി. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഇക്വിറ്റി. കറക്റ്റ്? ഓക്കെ, അപ്പോൾ ബാബു എത്ര എമൗണ്ട് കൊണ്ടുവന്നു അറിയോ? സേ ബാബു ബ്രോട്ട് ഹൗ മച്ച്? ബാബു ബ്രോട്ട് 30 lakh. അപ്പോൾ 30 lakh ഇക്വിറ്റി. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത് എന്തായിട്ടാണ് കൊണ്ടുവന്നത്, ബാബു ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ 30 lakh കിട്ടിയല്ലോ അല്ലേ. 30 lakh നമുക്ക് ക്യാഷ് കിട്ടി. യെസ് ഓർ നോ? 30 lakh അവിടെ ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് വന്നു. കറക്റ്റ് അല്ലേ. ബാബു 30 lakh ഇക്വിറ്റി കൊണ്ടുവന്നപ്പോൾ ബിസിനസ്സിൽ 30 lakhന്റെ എന്ത് വന്നു, ക്യാഷ് വന്നു. റൈറ്റ്, ബിസിനസ്സിൽ 30 lakhന്റെ ക്യാഷ് വന്നു. കറക്റ്റ്, 30 lakhന്റെ എന്ത് വന്നു, ക്യാഷ് വന്നു അല്ലേ. 30 lakhന്റെ ക്യാഷ് വന്നു. കറക്റ്റ്. കറക്റ്റ് അല്ലേ. ദെൻ നെക്സ്റ്റ് ഇതേപോലെ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫണ്ട് പോരാ, നമുക്കൊരു 20 lakh കൂടെ വേണം. അപ്പോൾ ആ 20 lakh നമ്മൾ എന്ത് ചെയ്തു, SBIന്ന് ലോൺ എടുത്തു. SBIന്ന് നമ്മളൊരു 20 lakh എന്ത് ചെയ്തു, ലോൺ എടുത്തു. അപ്പോൾ ആ 20 lakh കൂടെ നിങ്ങൾ ക്യാഷിൽ വന്നില്ലേ? യെസ് വന്നു അല്ലേ. ഈ SBIന്ന് നമ്മൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ SBI ആണോ ബിസിനസിൻ്റെ ഓണർ? അല്ല, നമ്മൾ ലോൺ എടുത്തു അല്ലേ. ലോൺ ഫിനാൻസിങ് ആണ്. ഈ ലോണിനെ നമ്മൾ എന്ത് വിളിക്കും, ഇറ്റ് ഈസ് ആൻ ഒബ്ലിഗേഷൻ.
ടു ബി സെറ്റിൽ ഇൻ ദ ഫ്യൂച്ചർ അല്ലേ. അപ്പോൾ അതിനെന്ത് വിളിക്കും, നമുക്ക് ലാബിലിറ്റി എന്ന് വിളിക്കും. അപ്പോഴേ നമുക്ക് ആവശ്യമായിട്ടുള്ള പൈസ കിട്ടി. എത്ര നമുക്ക് ആവശ്യമായിട്ടുള്ള പൈസ? സേ ഫോർ എക്സാമ്പിൾ ഇറ്റ് ഈസ് 50 lakh. ഈ 50 lakh വെച്ച് നമ്മൾ ലാൻഡ് നമ്മൾ ലീസിന് എടുക്കുക ചെയ്ത്. അപ്പോൾ ആ ലീസിന് എടുത്തപ്പോൾ ആ ലീസിന് തന്ന ആളുണ്ടല്ലോ, അയാൾക്ക് നമ്മളൊരു ഡെപ്പോസിറ്റ് കൊടുക്കണ്ടേ? അതെ. അപ്പോൾ ലീസ് ഡെപ്പോസിറ്റ് നമ്മൾ സേ ഫോർ എക്സാമ്പിൾ ഒരു 5 lakh നമ്മൾ കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് തൊടിയിൽ കളിക്കാൻ പറ്റില്ല, ടേഫ് ഡെവലപ്പ് ചെയ്യണം അല്ലേ. ടേഫിൻ്റെ സെറ്റപ്പിനൊക്കെ കൂടെ നമുക്കൊരു 20 lakh സ്പെൻഡായി. അതേപോലെ തന്നെ ടേഫിൽ രാത്രിയും കളിക്കാൻ പറ്റണമെങ്കിൽ അവിടെ എന്ത് വേണം? ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ് വേണം. ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ് സേ ഫോർ എക്സാമ്പിൾ ഒരു 2 lakh നമുക്ക് സ്പെൻഡായി. അതേപോലെ തന്നെ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് നമുക്ക് വേണം അല്ലേ. സ്പോർട്സ് എല്ലാം അവിടെ കളിക്കാൻ പോകുന്നത്. യെസ്, സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് നമുക്കൊരു 3 lakh നമുക്ക് നമ്മുടെ കയ്യിൽ വേണം. ബാക്കി നമുക്ക് ഇനി വരുന്ന ചിലവുകളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ 10 lakh നമ്മുടെ കയ്യിൽ വെച്ചു. അപ്പോൾ ടോട്ടൽ നമ്മൾ 40 lakh സ്പെൻഡാക്കി. അപ്പോൾ ആ 40 lakh നമ്മൾ എവിടുന്ന് കുറയും? നമ്മുടെ കയ്യിലെ ക്യാഷ് നിന്ന് കുറയും അല്ലേ. കയ്യിൽ നിന്ന് ക്യാഷ് നിന്ന് കുറയും. റെഡി അല്ലേ? അപ്പോൾ ഇതൊക്കെ എന്താണ്? ഈ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് എന്താണ്? നമ്മുടെ കയ്യിലുള്ള റിസോഴ്സാണ്. ഇതൊക്കെ എന്താണ്? ദീസ് ആർ ഓൾ വാട്ട്? എടാ ഇതൊക്കെ നമ്മുടെ കയ്യിൽ എന്താണ്? ഇതൊക്കെ നമ്മളെ റിസോഴ്സാണ് അല്ലേ. ഇത് വെച്ച് നമ്മൾ ഇത് വൺ ടൈം അല്ല, ഈ സെറ്റപ്പ് വെച്ച് നമുക്ക് ലോങ് ടേമുക്ക് നമുക്ക് ടർഫ് നടത്തിക്കൂടെ? ടർഫ് നടത്തുന്ന സമയത്ത് റവന്യൂ വരൂലേ? ആളുകൾ വന്ന് ഫുട്ബോൾ കളിക്കുമ്പോൾ അവർ പൈസ തരും, അത് നമ്മുടെ റവന്യൂ ആണ്. ശരിയല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മുടെ എന്താണ്? ഇതൊക്കെ നമ്മളെന്താണ്? ദീസ് ആർ ഓൾ അവർ അസറ്റ്സ്. അസറ്റ് ഈസ് എ റിസോഴ്സ് അല്ലേ. അസറ്റ് ഈസ് എ റിസോഴ്സ്. ആ റിസോഴ്സിനെ ആരാ കൺട്രോൾ ചെയ്യുന്നത്? നമ്മളാണ് കൺട്രോൾ ചെയ്യുന്നത്. അസറ്റ് ഈസ് എ റിസോഴ്സ് കൺട്രോൾഡ് ബൈ ദ ബിസിനസ്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ബിസിനസ് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? യെസ്. അപ്പോൾ 40 lakh ആണ് നമുക്ക് എന്ത് വരുന്നത്? 40 lakh ആണ് നമുക്ക് ഇവിടെ ടോട്ടൽ വരുന്നത്. അല്ല, നമ്മുടെ ഇവിടെ 5ഉം 20ഉം 25 30 40 പിന്നെ നമ്മളെ കയ്യിൽ അതെ ലൈക്ക് ഓക്കെ. അല്ല, നമ്മുടെ കയ്യിൽ ബാലൻസ് 20 ഉണ്ട് ക്യാഷ് എന്ന് വിചാരിച്ചു. 20 ഉണ്ട്. ഓക്കെ, 20 ഉണ്ടാവും ക്യാഷ്. കറക്റ്റ്. ഇനി ഈ വർഷം നമ്മൾ എന്ത് ചെയ്യാണ്? ടർഫ് ഓപ്പറേറ്റ് ചെയ്തു. അപ്പോൾ ടർഫ് നമുക്ക് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് ആണ് ഇതെല്ലാം അല്ലേ. ഈ റിസോഴ്സസ് വാങ്ങാനാണ് നമ്മൾ പൈസ കൊണ്ടുവന്നത്. പൈസ നമ്മൾ 2 രീതിയിലാണ് ഫണ്ട് നമ്മൾ റേസ് ചെയ്തത്. ഏതൊക്കെ? ഇക്വിറ്റി ആയിട്ട് റേസ് ചെയ്തു, അതുപോലെ ലാബിലിറ്റി ആയിട്ട് റേസ് ചെയ്തു അല്ലേ. അപ്പോൾ ഇക്വിറ്റി ആയിട്ട് ഓണർ വീട്ടിൽ നിന്ന് പൈസ കൊണ്ടുവരാം, അതുപോലെ ഓണർ അല്ലാത്ത വേറെ ആൾക്കാരെ കയ്യിൽ നിന്നും നമുക്ക് ഫണ്ട് എന്ത് ചെയ്യാൻ പറ്റും? റേസ് ചെയ്യാൻ പറ്റും. ഓണർ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പൈസനെ നമ്മൾ ഇക്വിറ്റി ചെയ്യുന്നു, അതല്ലാതെ നമ്മൾ റേസ് ചെയ്യുന്ന പൈസ നമ്മൾ എന്തെന്നും പറയും? ലാബിലിറ്റി എന്ന് പറയും. ശരിയല്ലേ? ലാബിലിറ്റി എന്ന് പറയും. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്തറിയോ? ഈ ഒരു സെറ്റപ്പിനെ ഇക്വിറ്റിനെയും ലാബിലിറ്റിയും നമ്മൾ വിളിക്കുന്ന പേരാണെന്തറിയോ? സോഴ്സസ് ഓഫ് ഫണ്ട്. നമുക്ക് ബിസിനസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പൈസ നമുക്ക് 2 രീതിയിലേ കണ്ടെത്താൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ ഓണർ കൊണ്ടുവരിക, അല്ലെങ്കിൽ നമ്മൾ കടം വാങ്ങുക, അല്ലെങ്കിൽ വല്ല ലാബിലിറ്റി ആയിട്ട് വാങ്ങുക അല്ലേ. ഈ 2 രീതിയിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് റേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ 2 രീതിയിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? സോഴ്സസ് ഓഫ് ഫണ്ട്. എന്താ വിളിക്കുക? സോഴ്സസ് ഓഫ് ഫണ്ട്. ഓക്കെ, സോഴ്സസ് ഓഫ് ഫണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുക സോഴ്സസ് ഓഫ് ഫണ്ട് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ വിളിക്കുക എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ, ഒന്ന് മനസ്സിലാക്കുക. കറക്റ്റ്. ഓക്കെ, ഒന്ന് മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ് വണ്ണാണ് ഏതറിയോ? നെക്സ്റ്റ് വണ്ണാണ് ഈ ഫണ്ട് നമ്മൾ എന്തിനാണ് റേസ് ചെയ്തത്? ഈ ഫണ്ട് നമ്മൾ റേസ് ചെയ്തത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫണ്ട് നമ്മൾ റേസ് ചെയ്തത് നമുക്ക് അസറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടല്ലേ. അസറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ അസറ്റ് വാങ്ങുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് എന്തറിയോ? അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. എന്താ വിളിക്കുക? അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. വാട്ട് വി കോൾ application of fund. Application of fund. ഓക്കെ അല്ലേ? അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. എടാ എന്താ വിളിക്കുക? അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. കറക്റ്റ്. അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. ഓക്കെ. ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യാണ്?
അപ്പോൾ നമുക്ക് ഈ അസറ്റുകൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ അസറ്റുകൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ ഈ ഫണ്ട് റേസ് ചെയ്ത്. ഇനി നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആകെ ഒരു പ്രധാനപ്പെട്ട ഒരു റവന്യൂ ഉള്ളൂ. അതെന്താണ് നമ്മുടെ റവന്യൂ പറഞ്ഞാൽ നമ്മൾ ടർഫ് കിട്ടുന്ന ടർഫ് ഫീ അല്ലേ. ഉദാഹരണം പറഞ്ഞാൽ ഡെയിലി 5 സ്ലോട്ടുകളുണ്ട്, 5 മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യും. ഒരു മണിക്കൂറിന് 1000 രൂപ വെച്ച് നമ്മളൊരു 300 hours എന്ത് ചെയ്തു, നമ്മൾ ഒരു മണിക്കൂറിന് $1000 വെച്ചിട്ട് നമ്മൾ 300 hours എന്ത് ചെയ്തു, വർക്ക് ചെയ്തു. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ഫോർ എക്സാമ്പിൾ യു ഗോട്ട് ഹൗ മച്ച്, ഒരു $15 lakh റവന്യൂ കിട്ടി. $15 lakh റവന്യൂ കിട്ടി. ഓക്കെ, അതിൽ നിന്നും നിങ്ങളെ ചെലവുകൾ നിങ്ങൾ പറയുന്നത് എക്സ്പെൻസസ് അല്ലേ. എക്സ്പെൻസസ് മീറ്റ് ചെയ്യാണ്. ടർഫിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് എക്സ്പെൻസ് വരിക? ടർഫിൽ ഇതേമാതിരി ഒരു സ്റ്റാഫ് ഉണ്ട്, അവന് നമുക്കൊരു $3 lakh സാലറി കൊടുക്കണം. അതേപോലെ ടർഫിലെ ഇലക്ട്രിസിറ്റി ബില്ല് ഫോർ എക്സാമ്പിൾ ഒരു 3 lakh ഉണ്ട്. അതേപോലെ തന്നെ ടർഫിലെ ക്ലീനിങ് ചാർജസ് നമുക്കൊരു 1 lakh വന്നു പ്രധാനമായിട്ടാണ് ഞാൻ പറയുന്നത്. അതുപോലെ ടർഫിൽ വന്ന് ഡൈവ് ചെയ്തപ്പോൾ ടർഫ് കീറി, അപ്പോൾ മെയിൻ്റനൻസ് കോസ്റ്റ് ഒരു 2 lakh വന്നു. അതേപോലെ ടർഫിൻ്റെ റെൻറ്റ് മേജർ എക്സ്പെൻസ് ഫോർ എക്സാമ്പിൾ 4 lakh ഉണ്ട്. പിന്നെ അല്ലറ ചില്ലറ എക്സ്പെൻസ് അതർ എക്സ്പെൻസ് എത്ര ഉണ്ട്, 1 lakh ഉണ്ട്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഐറ്റംസ് ഇതൊക്കെ എന്താണ്, ദീസ് ആർ ആൾ ഔട്ട്ഫ്ലോസ് റിലേറ്റഡ് ടു ഡേ ടു ഡേ ബിസിനസ് ഓപ്പറേഷൻ ആൻഡ് ആർ റിക്കറിംഗ് ഇൻ നേച്ചർ അല്ലേ. ഈ വർഷമുണ്ട്, അടുത്ത വർഷമുണ്ട്, കഴിഞ്ഞ വർഷമുണ്ട്, എല്ലാ വർഷവും ഉണ്ട് അല്ലേ. യെസ്, അതന്നെ. അപ്പോൾ ഈ ഒരു ടോട്ടൽ നമ്മുടെ എക്സ്പെൻസസ് നമുക്ക് ചിലവായത് 14 ആണ്. അപ്പോൾ നമ്മുടെ റവന്യൂ 15, എക്സ്പെൻസസ് 14-നേക്കാളും എത്ര കൂടുതലാണ്, 1 lakh കൂടുതലാണ്. അപ്പോൾ എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസ് ഈസ് കോൾഡ് വാട്ട്, പ്രോഫിറ്റ്. എന്താ നമ്മൾ വിളിക്കുക, പ്രോഫിറ്റ് എന്നാണ് വിളിക്കുക. ശരിയല്ലേ? യെസ് ഓർ നോ? നമ്മൾ എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസിനെ വിളിക്കുന്ന എക്സ്പെൻസിനേക്കാളും അധികമുള്ള റവന്യൂവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, പ്രോഫിറ്റ്. ക്ലിയർ ഓർ നോട്ട് അല്ലേ? യെസ്. അപ്പോൾ ഹാവ് എ ലുക്ക് അറ്റ് ദിസ് എക്സാമ്പിൾ ബ്യൂട്ടിഫുള്ളി പോർട്രേസ് വാട്ട് ഈസ് ഇക്വിറ്റി, വാട്ട് ഈസ് ലാബിലിറ്റി, വാട്ട് ഈസ് അസറ്റ്, റവന്യൂ, എക്സ്പെൻസ്. ദാറ്റ് ഈസ് ആൻ ഇൻ്റർപ്ലേ. നമ്മൾ ഈ അസറ്റ് വാങ്ങിയതൊന്നും എന്തല്ല, എക്സ്പെൻസ് അല്ല. പക്ഷേ ഡേ ടു ഡേ ബിസിനസ് ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരുന്ന സംഭവങ്ങൾ മാത്രമേ നമുക്ക് എന്തായിട്ട് വരുള്ളൂ, എക്സ്പെൻസ് ആയിട്ട് വരുള്ളൂ. ക്ലിയർ ആണോ? അപ്പോൾ മൂവിങ് അഹെഡ്. അപ്പോൾ ബേസിക്കലി ഉള്ള നമ്മുടെ ഈ അസറ്റ്, ലാബിലിറ്റി, റവന്യൂ, എക്സ്പെൻസ്, പ്രോഫിറ്റ്, ലോസ്, ഇക്വിറ്റി, ഡ്രോയിങ്സ്, ആ ഒരു ബേസിക് സംഭവങ്ങളൊക്കെ നമ്മളിവിടെ എന്ത് ചെയ്യാണ്, വി ഹാവ് ഡൺ ദാറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊസീഡ് ചെയ്യാം. ലെറ്റ്സ് ഡു പ്രൊസീഡ്. This is our 12th accounting term. Okay. Say for example, okay. There is a seller whose name is Jibu, and there is a buyer whose name is Manu. Okay. അപ്പോൾ ജിബു സോൾഡ് ഗുഡ്സ് വർത്ത് $10,000. ജിബു ഹാസ് മെയ്ഡ് എ സെയിൽ. ഓക്കെ. അപ്പോൾ ജിബുവിന് സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്തുണ്ട് ഇവിടെ, റവന്യൂ ഉണ്ട്. അതുപോലെ ബയ്യറായ മനുവിന് എന്തുണ്ട്, പേർച്ചേസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ഉണ്ട് അല്ലേ. മനുവിന് പേർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്തുണ്ട്,
എക്സ്പെൻസ് ഉണ്ട് അല്ലേ? മനുവിന് പേർച്ചേസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ഉണ്ട്. കറക്റ്റ് അല്ലേ? മനുവിന് പേർച്ചേസ് പറഞ്ഞാൽ എന്തുണ്ട്? എക്സ്പെൻസ് ഉണ്ട്. റെഡി അല്ലേ? മനുവിന് പേർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? എക്സ്പെൻസ് ഉണ്ട്. മനുവിന് പേർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? എക്സ്പെൻസ് ഉണ്ട്. പേർച്ചേസ് ആണ് എക്സ്പെൻസ് ഉണ്ട്. ഓക്കെ, ഇത് ഏതിനാണ് സെയിൽ ചെയ്ത് അറിയോ? ദർ ഈസ് എ ക്രെഡിറ്റ് സെയിൽസ്. ഞാൻ പറഞ്ഞ $10,000 സെയിൽ നടന്നത് ക്രെഡിറ്റിനാണ് അല്ലേ? ക്രെഡിറ്റിനാണ് സെൽ ചെയ്തത് എന്ന് പറഞ്ഞാൽ ബയ്യറായ മനു ഇതിൻ്റെ പൈസ കൊടുത്തിട്ടില്ല. അതുപോലെ സെല്ലറായ ജിബുവിന് ഇതിൻ്റെ പൈസ കിട്ടിയിട്ടുമില്ല. റെഡി? സെല്ലർക്ക് പൈസ കിട്ടിയിട്ടുമില്ല. കറക്റ്റ്? ഇതാണ് സിനാരിയോ അല്ലേ? അപ്പോൾ സെല്ലർ ജിബുവിന് മണി ഈസ് റെസീവബിൾ ഫ്രം മനു അല്ലേ? മണി ഈസ് റെസീവബിൾ ഫ്രം മനു. മനു ആണെങ്കിലോ ഇതിൻ്റെ പൈസ എന്ത് ചെയ്തിട്ടില്ല? കൊടുത്തിട്ടില്ല. $10,000 മനു കൊടുത്തിട്ടില്ല. അപ്പം മനു പൈസ കൊടുക്കാനുണ്ട്. ആർക്ക്? ജിബുവിന് അല്ലേ? അപ്പം മനു എന്താ എഴുതുക? മനു എന്താണ്? മണി ഈസ് പേയബിൾ ഫ്രം. അപ്പോൾ ഇവിടെ നടത്തിയ പർച്ചേസ് ക്രെഡിറ്റ് പർച്ചേസ് ആണ്, ഇവിടെ നടത്തിയ സെയിൽസ് ക്രെഡിറ്റ് സെയിൽസ് ആണ് അല്ലേ? എന്താണ് ഈ ക്രെഡിറ്റ് സെയിൽസ്, ക്രെഡിറ്റ് പർച്ചേസ്? പൈസ കൊടുക്കാതെ പൈസ പിന്നീട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഗുഡ്സ് വാങ്ങുമ്പോൾ ക്രെഡിറ്റ് പർച്ചേസ് എന്നും, പൈസ പിന്നീട് കിട്ടുമെന്ന ടേംസിൽ നമ്മൾ ഗുഡ്സ് സെല്ല് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയും. അത് ബേസിക്കായിട്ട് അറിയുന്ന കാര്യമല്ലേ? ഞാൻ വ്യക്തമാക്കേണ്ട ആവശ്യമില്ലല്ലോ. യെസ്. അപ്പോൾ നമ്മൾ ബയ്യർ മനുവിൻ്റെ ബുക്കിലോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ മണി ഈസ് പേയബിൾ ടു ആർക്കാ പൈസ കൊടുക്കാനുള്ളത്? ജിബു. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുക്കാനുള്ള പൈസ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു ലാബിലിറ്റി അല്ലേ? നമ്മുടെ ലാബിലിറ്റി അല്ലേ? കൊടുക്കാനുള്ള പൈസ നമ്മുടെ ലാബിലിറ്റിയാണ് അല്ലേ? ലാബിലിറ്റിയാണ്. ആ ലാബിലിറ്റിയെ നമ്മൾ പറയുന്ന പേരാണെന്നറിയോ? ക്രെഡിറ്റർ. ഗുഡ്സ് വാങ്ങിയിട്ട് നമ്മൾ പൈസ കൊടുക്കാനുള്ള ആളുകളെ നമ്മൾ പറയുന്ന പേരാണ് നമ്മുടെ പേയബിൾസ് അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റേഴ്സ്. എന്താ വിളിക്കുക? നമ്മുടെ പേയബിൾസ് അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റേഴ്സ്. അക്കൗണ്ട്സ് പേയബിൾ, ട്രേഡ് പേയബിൾ എന്നൊക്കെയുള്ള പേരുകളിൽ പറയാറുണ്ട് കേട്ടോ. പേയബിൾസ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റേഴ്സ് ആണ്. പേയബിൾസിൻ്റെ വേർഡാണ് നമ്മൾ US അക്കൗണ്ട്സിലൊക്കെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. ഇന്ത്യൻ സിനാരിയോയിലോട്ട് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പറയാറുള്ളത്. ഞാൻ രണ്ടും നിങ്ങളെ പഠിപ്പിക്കുകയാണ്. കാരണം നിങ്ങൾ ഇത് പഠിച്ചിട്ട് ചിലപ്പോൾ ജോലി ചെയ്യേണ്ടി വരും ഇന്ത്യയിലേക്കാരം, അല്ലെങ്കിൽ ഇവിടെ പഠിച്ചിട്ട് ചിലപ്പോൾ ജോലി ചെയ്യേണ്ടി വരിക US-ലേക്കാരം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അണ്ടർസ്റ്റാൻഡ് ഓൾ ദ ടെർമിനോളജീസ്. പേര് മാത്രമേ മാറുന്നുള്ളൂ, കൺസെപ്റ്റിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ ക്രെഡിറ്റർ അഥവാ പേയബിൾസ്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ പേയബിൾസ് എന്നൊക്കെ പറഞ്ഞാൽ ആരാണ് ഉദ്ദേശിക്കുന്നത്? ക്രെഡിറ്റേഴ്സ് ഓർ പേയബിൾസ് ആർ ദോസ് പേഴ്സൺസ് ടു ഹൂം വി ഓസ്. നമ്മൾ സാധനം വാങ്ങിയിട്ട് അവർക്ക് അങ്ങോട്ട് പൈസ കൊടുക്കാനുണ്ട്. നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ള ആളുകളെ നമ്മൾ പറയുന്ന പേരാണെന്ന് അറിയോ? നമ്മുടെ ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ പേയബിൾസ്. ക്രെഡിറ്റേഴ്സ് ആർ ദോസ് പേഴ്സൺസ് അല്ലെങ്കിൽ പേയബിൾസ് ആർ ദോസ് പേഴ്സൺസ് ടു ഹൂം വി ഓസ്. അവർക്ക് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കാനുണ്ട്. Creditors are those persons to whom we owes. അവർക്ക് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് ഓർ പേയബിൾസ് കേട്ടോ. ക്രെഡിറ്റേഴ്സ് ഓർ പേയബിൾസ് ആർ ദോസ് പേഴ്സൺസ് ടു ഹൂം we owes. Creditors or payables are those persons to whom we owes കേട്ടോ. ക്രെഡിറ്റേഴ്സ് ഓർ പേയബിൾസ് ആർ ദോസ് പേഴ്സൺസ് ടു ഹൂം വി ഓസ്. നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ള ആളുകളെ പറയുന്ന പേരാണ് എന്ത്? നമ്മുടെ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇനി നമ്മുടെ ജിബുവിൻ്റെ ബുക്കിലോട്ട് വരുമ്പോൾ when it comes to the books of ജിബുവിൻ്റെ ബുക്കിലോട്ട് നമ്മൾ വരുന്ന സമയത്ത് ജിബുവിന് എന്ത് കിട്ടാറുണ്ട്? ജിബുവിന് നമുക്ക് പിന്നെ പൈസ ജിബുവിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് കിട്ടാറുണ്ട് അല്ലേ? ജിബുവിന് പൈസ കിട്ടാണ്ട് ആരുടെ കയ്യിൽ നിന്ന്? മനുവിൻ്റെ കയ്യിൽ നിന്ന് അല്ലേ? മനുവിൻ്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടാണ്ട്. ഓക്കെ, അപ്പോൾ മനുവിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് പൈസ കിട്ടാനുണ്ട്. അപ്പോൾ മണി ഈസ് റെസീവബിൾ ഫ്രം മനുവിനെ നമ്മൾ എന്ത് വിളിക്കുന്ന അറിയോ? മനു ഈസ് അവർ റെസീവബിൾസ്, ട്രേഡ് റെസീവബിൾസ്, അക്കൗണ്ട്സ് റെസീവബിൾസ് അല്ലെങ്കിൽ ഡെപ്റ്റ്. എന്താ വിളിക്കുക? ഡെപ്റ്റ്. മണി ഈസ് $10,000 ഈസ് റെസീവബിൾ ഫ്രം മനു അല്ലേ? അപ്പോൾ മനു ഈസ് അവർ ഡെപ്റ്റ്. അപ്പോൾ ഹു ഈസ് എ ഡെപ്റ്റ്? ആരാണ് നമ്മുടെ ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ? ഡെപ്റ്റേഴ്സ് ആർ ദോസ് പേഴ്സൺസ് ഫ്രം ഹൂം മണി ഈസ് റെസീവബിൾ അല്ലേ? അവരെ കയ്യിൽ നിന്ന് പൈസ കിട്ടാണ്ട് അല്ലെങ്കിൽ അവർ നമുക്ക് ഇങ്ങോട്ട് പൈസ തരാറുണ്ട്. പിന്നെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞോട്ടെ. ഈ ഓസ്, ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ പേയബിൾസ് ആർ ദോസ് പേഴ്സൺസ് ടു ഹൂം വി
ഓസ്, ഓ എന്ന് പറഞ്ഞാൽ OWE, ഓ മീൻസ് കടപ്പെട്ടിരിക്കുക, ഒബ്ലൈഡ് എന്നൊക്കെ പറയും കേട്ടോ. ആ കടപ്പെട്ടിരിക്കുക, ഒബ്ലൈഡ് കൊടുക്കാനുണ്ട്, ആ ഒരു മീനിങ് ആണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മുടെ ഡെപ്റ്റേഴ്സിൻ്റെ മീനിങ് നമ്മൾ പറയുകയാണെങ്കിലും ഇതന്നെ വരിക. ഡെപ്റ്റേഴ്സ് ആർ ദോസ് പേഴ്സൺസ്, നമുക്ക് ഇങ്ങോട്ട് പൈസ തരാനുള്ള ആളുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഡെപ്റ്റേഴ്സ് എന്ന് വിളിക്കുക. ഡെപ്റ്റേഴ്സ് ആർ ദോസ് പേഴ്സൺസ് ഹു ഓസ് ടു അവർ ബിസിനസ്. ഡെപ്റ്റേഴ്സ് ആർ ദോസ് പേഴ്സൺസ് who owes to our business. ആരാണ്? ഡെപ്റ്റേഴ്സ് ആർ ദോസ് പേഴ്സൺസ് ഹു ഓസ് ടു അവർ ബിസിനസ്. ഡെപ്റ്റേഴ്സ് ആർ ദോസ് പേഴ്സൺസ് ഹു ഓസ് ടു അവർ ബിസിനസ്. നമ്മുടെ ബിസിനസ്സിലോട്ട് പൈസ തരാനുള്ള ആളുകളെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ഡെപ്റ്റേഴ്സ് കേട്ടോ. ഇങ്ങോട്ട് പൈസ തരാനുള്ള ആളുകളെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സ് ആർ ദോസ് പേഴ്സൺസ് ഹു ഓസ് ടു അവർ ബിസിനസ്. നമ്മുടെ ബിസിനസ്സിലോട്ട് ഇങ്ങോട്ട് പൈസ തരാനുള്ള ആളുകളെ പറയുന്ന പേരാണ് ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് റെസ്യൂബിൾസ് എന്ന് പറയാം കേട്ടോ. ഡെപ്റ്റേഴ്സിന് പകരം നമുക്ക് എന്ത് വിളിക്കാം? റെസ്യൂബിൾസ്. അപ്പോൾ ഇവിടെ നമുക്ക് റെസീവബിൾസ് എന്ന് പറഞ്ഞാലും ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാലും എന്താണ്? ഇമ്പാക്റ്റ് ഈസ് സെയിം ഓൺലി. ഓക്കെ, ഇനി ആരായിരിക്കും നമ്മുടെ റെസീവബിൾസ് ആവുക? നമ്മൾ ഗുഡ്സ് ക്രെഡിറ്റിന് സെല് ചെയ്തു. അപ്പോൾ നമ്മളെ കയ്യിൽ ഇഫ് യു ആർ എ സെല്ലർ, നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിപ്പോകുന്നവരാരാ? നമ്മുടെ കസ്റ്റമേഴ്സാണ് അല്ലേ, നമ്മുടെ ബയ്യേഴ്സാണ്. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്തു നിന്നായിരിക്കില്ല നമുക്ക് എപ്പോഴും ഇങ്ങോട്ട് പൈസ കിട്ടാനുണ്ടായിരിക്കുക അല്ലേ. മണി വിൽ ഓൾവേസ് ബി റെസീവബിൾ ഫ്രം ആർ കസ്റ്റമേഴ്സ് അല്ലേ. നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നായിരിക്കും നമുക്ക് എപ്പോഴും പൈസ കിട്ടാനുണ്ടാവുക. കറക്റ്റ് അല്ലേ. മണി വിൽ ഓൾവേസ് ബി റെസീവബിൾ ഫ്രം അവർ കസ്റ്റമേഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് ആയിരിക്കും എപ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സ് ആയിരിക്കും എപ്പോഴും നമ്മുടെ ആരായിട്ട് വരിക? റെസീവബിൾസ് ആയിട്ട് വരിക അല്ലേ. അവർ കസ്റ്റമർ വിൽ ഓൾവേസ് ബി അവർ റെസീവബിൾസ്. നമ്മുടെ കസ്റ്റമേഴ്സാണ് നമ്മളെപ്പോഴും നമ്മുടെ ഡെപ്റ്റേഴ്സ് ആവുക. അതേപോലെ തന്നെ നമ്മൾ സാധനം വാങ്ങുമ്പോൾ പൈസ കൊടുക്കാനുള്ള ആൾക്കാരാണ് നമ്മുടെ പേയബിൾസ് അഥവാ നമ്മുടെ ക്രെഡിറ്റേഴ്സ്. നമ്മൾ സാധനം മേടിച്ചിട്ട് അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ള ആളുകളാണ് നമ്മുടെ പേയബിൾസ് അഥവാ നമ്മുടെ പേയബിൾസ് അഥവാ നമ്മുടെ ക്രെഡിറ്റേഴ്സ് അല്ലേ. പേയബിൾസ് അഥവാ ക്രെഡിറ്റേഴ്സ്. അപ്പം നമ്മൾ ആരാണോ നമുക്ക് സാധനം തരുന്നത്? നമ്മുടെ സപ്ലയേഴ്സ്. അപ്പം നമ്മുടെ സപ്ലയേഴ്സ് ആയിരിക്കും അവർ സപ്ലയേഴ്സ് വിൽ ഓൾവേസ് ബി അവർ ക്രെഡിറ്റേഴ്സ് അല്ലേ. നമ്മുടെ സപ്ലയേഴ്സ് ആയിരിക്കും നമ്മുടെ ക്രെഡിറ്റേഴ്സ്. അവർ സപ്ലൈസ് വിൽ ഓൾവേസ് ബി അവർ ക്രെഡിറ്റേഴ്സ്. നമ്മുടെ സപ്ലൈസ് ആയിരിക്കും നമ്മുടെ ആരായിട്ട് വരിക? ക്രെഡിറ്റേഴ്സ് ആയിട്ട് വരിക കേട്ടോ. നമ്മുടെ സപ്ലൈസ് ആയിരിക്കും നമ്മുടെ ആരായിട്ട് വരിക? ക്രെഡിറ്റേഴ്സ് ആയിട്ട് വരിക എന്നുള്ളത് എന്ത് ചെയ്യുക? ഒന്ന് ഓർക്കുക. കറക്റ്റ്. നമ്മുടെ സപ്ലൈസ് ആയിരിക്കും നമ്മുടെ ക്രെഡിറ്റേഴ്സ് ആയിട്ട് എന്ത് ചെയ്യുക? വരിക. അപ്പോൾ ഇതാണ് ഡെപ്റ്റർ ക്രെഡിറ്റർ റെസീവബിൾസ് പേയബിൾസ് റിലേഷൻഷിപ്പ്. റെസീവബിൾസ് പേയബിൾസ് റിലേഷൻഷിപ്പ് കേട്ടോ. റെസീവബിൾസ് പേയബിൾസ് റിലേഷൻഷിപ്പ്. റെസീവബിൾസ് പേയബിൾ റിലേഷൻഷിപ്പ്. receivables payables relationship കേട്ടോ. receivables payable relationship. ready? okay അല്ലേ. moving to the next one. ഓക്കെ, ഡിസ്കൗണ്ട്. ആസ് യു ആൾ നോ, ഡിസ്കൗണ്ടിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഡിസ്കൗണ്ട് ഈസ് എ റിഡക്ഷൻ ഇൻ പ്രൈസ് അല്ലേ. ഡിസ്കൗണ്ട് പറഞ്ഞാൽ ഇറ്റ്സ് എ റിഡക്ഷൻ ഇൻ പ്രൈസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഷോപ്പിൽ പോയി, നമ്മൾ ഫ്ലിപ്കാർട്ട് അതുപോലെ തന്നെ ആമസോണിലൊക്കെ വെരി പോപ്പുലർ ആണ് അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇഫ് ദ MRP ഈസ് 1100 ആൻഡ് യു ആർ ഗെറ്റിംഗ് എ റിഡക്ഷൻ ഓഫ് 1000 and MRP is $1,000, you are getting a reduction of $100 and net payment you have to make $1,000 ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? പേ ചെയ്യേണ്ടി വരുന്നത് നെറ്റ് പ്രൈസ്. ഓക്കെ, അപ്പോൾ ആ നെറ്റ് പ്രൈസ് ഉണ്ടല്ലോ, നെറ്റ് പ്രൈസ് $1,000 ഉണ്ടല്ലോ. ഈ നെറ്റ് പ്രൈസ് $1,000 നമ്മൾ പറയുന്ന പേരാണ് എന്തറിയോ? ഈ നെറ്റ് പ്രൈസ് $1,000 നമ്മൾ പറയുന്ന പേരാണ് എന്ത്? നെറ്റ് പ്രൈസ് $1,000 നമ്മൾ കൊടുക്കേണ്ടി വരുള്ളൂ അല്ലേ. അപ്പോൾ ഈ ഒരു റിഡക്ഷൻ ഉണ്ടല്ലോ, ഈ ഒരു റിഡക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് ട്രേഡ് ഡിസ്കൗണ്ട്. വാട്ട് ഡു വി കോൾ? ട്രേഡ് ഡിസ്കൗണ്ട് എന്നാ പറയാം.
അപ്പോൾ ഡിസ്കൗണ്ട് അറ്റ് ദ ടൈം ഓഫ് സെയിൽ ചെയ്യുന്ന സമയത്ത് സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ വെച്ചിട്ട് സെല്ലർ ബയ്യർക്ക് കൊടുക്കുന്ന ഡിസ്കൗണ്ടാണ് ഏത് ഡിസ്കൗണ്ട്? ട്രേഡ് ഡിസ്കൗണ്ട്. എന്താ വിളിക്കുക? ട്രേഡ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് അറ്റ് ദ ടൈം ഓഫ് സെയിലാണ് ട്രേഡ് ഡിസ്കൗണ്ട്. അപ്പോൾ ട്രേഡ് ഡിസ്കൗണ്ട് വന്നാൽ എങ്ങനെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഡിസ്കൗണ്ട് ഈസ് എ റിഡക്ഷൻ ഇൻ പ്രൈസ്. ഡിസ്കൗണ്ട് ഈസ് എ റിഡക്ഷൻ അല്ലേ? പ്രൈസിലോ മറ്റോ ഒക്കെ ഉള്ള ഒരു റിഡക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് നമുക്ക് രണ്ട് രീതിയിലാവാം. ട്രേഡ് ഡിസ്കൗണ്ട് ആവാം, അതേപോലെ തന്നെ ക്യാഷ് ഡിസ്കൗണ്ട് ആവാം. ഐ നീഡ് ടു ടെൽ യു വാട്ട് ഈസ് ട്രേഡ് ഡിസ്കൗണ്ട്, വാട്ട് ഈസ് ക്യാഷ് ഡിസ്കൗണ്ട്. മനസ്സിലാക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ട്രേഡ് ഡിസ്കൗണ്ട് ആദ്യം മനസ്സിലാക്കുക. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗുഡ്സ് സെല്ല് ചെയ്യൂലേ, ഗുഡ്സ് നമ്മൾ സെല്ല് ചെയ്യുമല്ലോ. ഗുഡ്സ് സെല്ല് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ഡിസ്കൗണ്ടാണ് ആക്ച്വലി ഏത് ഡിസ്കൗണ്ട്? ഗുഡ്സ് സെല്ല് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ഡിസ്കൗണ്ടാണ് ട്രേഡ് ഡിസ്കൗണ്ട്. സെല്ല് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ഡിസ്കൗണ്ടാണ് ട്രേഡ് ഡിസ്കൗണ്ട്. അപ്പോൾ സെയില് എന്ത് ചെയ്തു? സെയില് നമ്മൾ സെല്ലർ ഉണ്ടല്ലോ, സെല്ലർ ഉണ്ട്, അതുപോലെ തന്നെ ആരുണ്ട്? ബയ്യർ ഉണ്ട്. ദർ ഈസ് സെല്ലർ, അതുപോലെ തന്നെ ദർ ഈസ് ബയ്യർ ആൾസോ അല്ലേ? അവിടെ ദർ ഈസ് സെല്ലർ, അതുപോലെ തന്നെ ദർ ഈസ് വാട്ട് ആൾസോ? ബയ്യർ ആൾസോ. കറക്റ്റ്. ഓക്കെ, സെല്ലർ ഉണ്ട്, അതേപോലെ തന്നെ ബയ്യർ ഉണ്ട്. സെല്ലർ ഉണ്ട്, ബയ്യർ ഉണ്ട്. അപ്പോൾ ഈ സെല്ലർ എന്താ ചെയ്യേണ്ടത് അറിയോ? സെയിൽസ് ആയിട്ട് റെക്കോർഡ് ചെയ്യേണ്ടത് ഈ 1100 അല്ല, ഇൻസ്റ്റഡ് $1000 ആണ് റെക്കോർഡ് ചെയ്യുക. ബയ്യർ പർച്ചേസ് ആയിട്ട് റെക്കോർഡ് ചെയ്യേണ്ടത് ഏതാണ്? ബയ്യർ പർച്ചേസ് ആയിട്ട് റെക്കോർഡ് ചെയ്യേണ്ടതും ഏതാണ്? ഈ $1000 ആണ്. അപ്പോൾ നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് ആണെങ്കിൽ ട്രേഡ് ഡിസ്കൗണ്ട് ബുക്കിൽ റെക്കോർഡ് ചെയ്യൂല. ട്രേഡ് ഡിസ്കൗണ്ട് ഈസ് നെവർ റെക്കോർഡ് ഇൻ ദ ബുക്സ്. ഇൻസ്റ്റഡ് ട്രേഡ് ഡിസ്കൗണ്ട് കഴിച്ചിട്ടുള്ള നെറ്റ് പ്രൈസ് ഉണ്ടല്ലോ, ഈ നെറ്റ് പ്രൈസ് ആണ് സെല്ലറും ബയ്യറും എന്ത് ചെയ്യുക? ഈ നെറ്റ് പ്രൈസ് ആണ് സെല്ലറും ബയ്യറും, ഈ നെറ്റ് പ്രൈസ് ആണ് സെല്ലർ സെയിലായിട്ടും അതുപോലെ ബയ്യർ എന്തായിട്ടും റെക്കോർഡ് ചെയ്യുക? സെല്ലർ സെയിലായിട്ടും ബയ്യർ എന്തായിട്ടും റെക്കോർഡ് ചെയ്യുക? പേഴ്ചേസ് ആയിട്ടും റെക്കോർഡ് ചെയ്യുക. ഗോട്ട് ഇറ്റ്? സെല്ലർ സെയിലായിട്ടും ബയ്യർ പേർച്ചേസ് ആയിട്ടും റെക്കോർഡ് ചെയ്യുക ഏതാണ്? ഈ നെറ്റ് പ്രൈസ് ആണ് റെക്കോർഡ് ചെയ്യുക. അല്ലാതെ ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ ബുക്കിൽ എന്ത് ചെയ്യൂല? ട്രേഡ് ഡിസ്കൗണ്ട് ഈസ് നെവർ റെക്കോർഡ് ഇൻ ദ ബുക്സ്. ട്രേഡ് ഡിസ്കൗണ്ട് ബുക്കിൽ എന്ത് ചെയ്യൂല? റെക്കോർഡ് ചെയ്യൂല. ട്രേഡ് ഡിസ്കൗണ്ട് ബുക്കിൽ റെക്കോർഡ് ചെയ്യൂല. അപ്പോൾ ട്രേഡ് ഡിസ്കൗണ്ട് ഈസ് ഡിസ്കൗണ്ട് അറ്റ് ദ ടൈം ഓഫ് സെയിൽ അല്ലേ? ഡിസ്കൗണ്ട് അറ്റ് ദ ടൈം ഓഫ് സെയിലാണ് ഏത്? ട്രേഡ് ഡിസ്കൗണ്ട്. ഓക്കെ, ട്രേഡ് ഡിസ്കൗണ്ട് സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് വൺ ആണ്, സേ ഫോർ എക്സാമ്പിൾ ഓൺ 1/1/2025 സെല്ലർ സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് അറ്റ് 4 months ക്രെഡിറ്റിൽ എന്ത് ചെയ്തു? സെല് ചെയ്തു. അപ്പോൾ April 30 ആണ് നമ്മുടെ ഡ്യൂ ഡേറ്റ്. April 30 വരെ ഡെഡ് ലൈൻ ഉണ്ട് അല്ലേ? ടൈം ഉണ്ട്. April 30 വരെ ടൈം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ സെല്ലർക്ക് പൈസ കുറച്ച് അത്യാവശ്യം വന്നു. വന്നപ്പോൾ 2 മാസമായപ്പോൾ തന്നെ February 28 തന്നെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടോട്ടൽ സെയിൽ നടത്തിയത് ഫോർ എൻ എമൗണ്ട് ഓഫ് $50,000 ആണ്. ഓക്കെ, സെയിൽ എമൗണ്ട് $50,000 ആണ്. അപ്പോൾ സെല്ലർക്ക് ഈ $50,000 കിട്ടുക എന്ന് മാത്രമേ കിട്ടുള്ളൂ? April 30 കിട്ടുള്ളൂ. April 30 ഈ $50,000 എന്ത് ചെയ്യുക? സെല്ലർക്ക് കിട്ടുക. റൈറ്റ്. അപ്പോൾ സെല്ലർക്ക് February 28 ആയപ്പോൾ കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസ് വന്നു. അപ്പോൾ സെല്ലർ മെയ്ഡ് എ റിക്വസ്റ്റ് ടു ദ ബയർ. എന്ത്? നീ ഈ പൈസ ഇപ്പോൾ ക്യാൻ യു ഗിവ് മീ ദ മണി നൗ? ഇപ്പോൾ തരുമോ? ഓക്കെ, അപ്പോഴേ $50,000 ആണ് നമുക്ക് കിട്ടാനുള്ളത് അല്ലേ? $50,000 ആണ് നമുക്ക് കിട്ടാനുള്ളത്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ
$50,000 നമുക്ക് കിട്ടാനുള്ളത്. $50,000 നമുക്ക് കിട്ടാനുണ്ട് പറയുമ്പോൾ $50,000 നമുക്ക് കിട്ടാനുണ്ട് പറയുമ്പോൾ February 28 നമ്മൾ സെല്ലർ പറഞ്ഞു ബയ്യറോട് ക്യാൻ യു മേക്ക് ദ മണി, ക്യാൻ യു മേക്ക് ദ പേയ്മെൻറ്റ് നൗ, നിനക്ക് ഇപ്പോൾ പൈസ അടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇപ്പോൾ പൈസ അടക്കാൻ പറ്റുമോ എന്ന് സെല്ലർ ആരോട് ചോദിച്ചു? ബയ്യറോട് ചോദിച്ചു. അപ്പോൾ സെല്ലർ ബയ്യറോട് ചോദിച്ചാൽ ബയ്യർ വിൽ ഓഫ് കോഴ്സ് ടെൽ നോ. കാരണം എന്താണ്? ബയ്യർ ഈസ് ഹാവിങ് ടൈം അല്ലേ, April 30 വരെ ഇനിയും 2 months ടൈം ആർക്കുണ്ട്? ബയ്യർക്ക് പൈസ അടക്കാൻ വേണ്ടിയിട്ടുണ്ട് ആസ് പെർ ദ കോൺട്രാക്ട് ഓർ അഗ്രിമെന്റ് ബിറ്റ്വീൻ ദം. അപ്പോൾ in order to persuade, in order to motivate the buyer to make early payment, seller should do something അല്ലേ. എടാ പൈസ നേരത്തെ അടക്കാൻ വേണ്ടിയിട്ട് ആരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? ബയ്യറെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി സെല്ലർ ഷുഡ് ഡു സംതിങ്. സെല്ലർ എന്തോ കാര്യം ചെയ്യണം അല്ലേ. ആ സെല്ലർ എന്തോ ഒരു കാര്യം സെല്ലർ എന്ത് ചെയ്യണം? ബയ്യർക്ക് കൊടുക്കണം. ആ കൊടുക്കേണ്ട സാധനത്തിനെ പറയുന്ന പേരാണ് എന്തറിയോ? ക്യാഷ് ഡിസ്കൗണ്ട്. സേ ഫോർ എക്സാമ്പിൾ സെല്ലർ ടോൾഡ് ദ ബയ്യർ യു ക്യാൻ മേക്ക് എ പേയ്മെൻറ്റ് ഓഫ് സേ ഫോർ എക്സാമ്പിൾ $49,500. I'll forgo $500. $500 എന്ത് ചെയ്യണ്ട? നീ എനിക്ക് തരണ്ട. നീ എന്ത് ചെയ്താൽ മതി? $500 നീ എനിക്ക് തരണ്ട. പിന്നെ നിങ്ങൾ $500 നീ എന്ത് ചെയ്യണ്ട? എനിക്ക് തരണ്ട. മറിച്ച് എന്ത് ചെയ്താൽ മതി? $500 നീ എനിക്ക് തരണ്ട. പിന്നെ $500 നീ എനിക്ക് തരണ്ട. ലൈക്ക് എന്താ പറയുക, $500 നീ എനിക്ക് തരണ്ട, ഞാൻ വിട്ട് തരാമെന്ന് പറഞ്ഞു. ആ $500 നമ്മൾ പറയുന്ന പേരാണ് എന്തറിയോ? ആ $500 നമ്മൾ പറയുന്ന പേരാണ് ക്യാഷ് ഡിസ്കൗണ്ട്. ക്യാഷ് ഡിസ്കൗണ്ട്. അപ്പോൾ എന്താണ് ഈ ക്യാഷ് ഡിസ്കൗണ്ട്? ഇറ്റ് ഈസ് എ ഡിസ്കൗണ്ട് ഗിവൺ ബൈ സെല്ലർ ടു ദ ബയ്യർ. എന്തിന്? ഫോർ മേക്കിംഗ് ഏർലി ആൻഡ് പ്രോംപ്റ്റ് പേയ്മെൻറ്റ് ഓഫ് ക്യാഷ്. പൈസ നേരത്തെ കൊണ്ടുവന്ന് അടക്കുന്നതിന് വേണ്ടിയിട്ട് സെല്ലർ ബയ്യർക്ക് കൊടുക്കുന്ന ഡിസ്കൗണ്ടാണ്. ഏത് ഡിസ്കൗണ്ട്? ക്യാഷ് ഡിസ്കൗണ്ട്. അപ്പോൾ ട്രേഡ് ഡിസ്കൗണ്ട് എന്തായിരുന്നു? ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ ബുക്കിൽ റെക്കോർഡ് ചെയ്യാത്ത ഡിസ്കൗണ്ടാണ്. സെയിൽ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ടോട്ടൽ സെയിൽ എമൗണ്ടിൽ നിന്ന് കുറക്കുന്ന ഒരു പ്രൈസ് റിഡക്ഷൻ. അപ്പോൾ നമ്മളൊക്കെ കടയിലൊക്കെ സാധനം വാങ്ങുന്ന സമയത്ത് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്ത്യയിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു $1,010 ആയി കഴിഞ്ഞാൽ $10 വിട്ട് വരും അല്ലേ. അതാണ് ട്രേഡ് ഡിസ്കൗണ്ട് അല്ലേ. പക്ഷേ ക്യാഷ് ഡിസ്കൗണ്ട് അങ്ങനെയല്ല. ക്യാഷ് ഡിസ്കൗണ്ട് എന്താണ്? ക്യാഷ് ഡിസ്കൗണ്ട് എന്താണ്? എടാ വാട്ട് ഈസ് ദ ക്യാഷ് ഡിസ്കൗണ്ട്? ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് അലൗഡ് ബൈ സെല്ലർ ടു ബയ്യർ ഫോർ മേക്കിംഗ് ഏർലി ആൻഡ് പ്രോംപ്റ്റ് പേയ്മെൻറ്റ് ഓഫ് ക്യാഷ്. ഫോർ മേക്കിംഗ് ഏർലി ആൻഡ് പ്രോംപ്റ്റ് പേയ്മെൻറ്റ് ഓഫ് ക്യാഷ്. ഫോർ മേക്കിംഗ് ഏർലി ആൻഡ് പ്രോംപ്റ്റ് പേയ്മെൻറ്റ് ഓഫ് ക്യാഷ്. അപ്പോൾ ആ ക്യാഷ് ഡിസ്കൗണ്ട് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഡിസ്കൗണ്ട് അലൗഡ് ബൈ discount allowed by seller to buyer. Discount allowed by seller to buyer for making early and prompt payment of cash. Okay. അപ്പോൾ ഇനി ഈ നമ്മുടെ ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ടല്ലോ, ഐ മീൻ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ടല്ലോ, ഈ ഡിസ്കൗണ്ടിൻ്റെ പേരാണ് ക്യാഷ് ഡിസ്കൗണ്ട്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ക്യാഷ് ഡിസ്കൗണ്ട് ഏതിൽ മാത്രമേ വരുള്ളൂ? Cash discount only comes in credit sales. ക്യാഷ് ഡിസ്കൗണ്ട് ഓൺലി കംസ് ഇൻ ക്രെഡിറ്റ് സെയിൽസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് പിന്നെ ബുക്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. ഇറ്റ് ഈസ് എ ഡിസ്കൗണ്ട് അറ്റ് ദ ടൈം ഓഫ് സെറ്റിൽമെൻറ്റ്. റെക്കോർഡഡ് ഇൻ ദ ബുക്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. ഇറ്റ് ഈസ് എ ഡിസ്കൗണ്ട് അറ്റ് ദ ടൈം ഓഫ് സെറ്റിൽമെൻറ്റ്. ഇറ്റ്സ് എ ഡിസ്കൗണ്ട് അറ്റ് ദ ടൈം ഓഫ് സെറ്റിൽമെൻറ്റ്. സെറ്റിൽമെൻറ്റ് സമയത്തുള്ള ഡിസ്കൗണ്ടാണിത്.
ഓക്കെ, അപ്പോൾ ട്രേഡ് ഡിസ്കൗണ്ട്, ക്യാഷ് ഡിസ്കൗണ്ട് എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു അല്ലേ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോണത് വി ആർ ഗോയിങ് ടു ക്ലോസ്ലി അനലൈസ് ദ അസറ്റ്സ് ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ അസറ്റുകളെ നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം, റൈറ്റ്. അപ്പോൾ അസറ്റ് എന്താണെന്നല്ലേ നിങ്ങൾക്കറിയാം. അസറ്റ് ഈസ് എ റിസോഴ്സ് കൺട്രോൾഡ് ബൈ ദ ബിസിനസ്. യൂസിങ് ഇറ്റ് ദ എൻറ്റിറ്റി ക്യാൻ മേക്ക് പ്രോഫിറ്റ് ഇൻ ദ ഫ്യൂച്ചർ. അസറ്റുകൾ നമുക്ക് വേറെ ഒരുപാട് രീതിയിൽ പറയാൻ പറ്റും. അതിൽപ്പെട്ട ഫസ്റ്റ് കാറ്റഗറിയാണ് അതിൽപ്പെട്ടൊരു കാറ്റഗറിയാണ് പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെന്റ്, PP. പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെന്റ്. ഓക്കെ, PP, ഫിക്സ്ഡ് അസറ്റ്സ് എന്നൊക്കെ PP-നെ വേറൊരു വേർഡ്സിൽ നമ്മൾ പറയാറുണ്ട്. നെക്സ്റ്റ് വണ്ണാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. നെക്സ്റ്റ് കാറ്റഗറിയാണ് അസറ്റ്സിൻ്റെ മറ്റൊരു കാറ്റഗറിയാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. നെക്സ്റ്റ് കാറ്റഗറിയാണ് നമ്മുടെ ഇൻവെൻട്രി. പിന്നെ അതർ കറണ്ട് അസറ്റ്സ് ഒക്കെ ഉണ്ട്, ക്യാഷ്, ബാങ്ക്. അതൊന്നും പിന്നെ സെപ്പറേറ്റ് നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല. വി നീഡ് നോട്ട് എക്സ്പ്ലെയിൻ ദാറ്റ്. എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ലെറ്റ്സ് മൂവ് ഓൺ, പറഞ്ഞു പോവാം. റൈറ്റ്, ഓക്കെ അല്ലേ. നോക്കാം നമുക്ക് റെഡി. അപ്പം നമുക്ക് ഈ അസറ്റുകളൊക്കെ ഓരോന്നും എന്താണെന്നുള്ളത് പെട്ടെന്ന് പറഞ്ഞു പോകാം. ഫസ്റ്റ് വൺ PP. PP സ്റ്റാൻഡ്സ് ഫോർ പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെന്റ്. PP സ്റ്റാൻഡ്സ് ഫോർ പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെന്റ്. PP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെന്റ് ആണ്. PP stands for property plant and equipment. PP stands for property plant and equipment. അപ്പോൾ അതിൽ എന്താണ് PP? നമുക്കൊരു 15th അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് 15th ഐറ്റം ആയിട്ട് നമുക്ക് പറയാം PP, പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, PP. അപ്പോൾ എന്താണ് PP? വാട്ട് ഈസ് PP? ഓക്കെ, PP എന്താണ് PP? നമ്മുടെ ബിസിനസ്സിലെ നമ്മുടെ ലാൻഡ്, ബിൽഡിങ്, പ്ലാന്റ്, മെഷീനറി, ഫർണിച്ചർ ഒക്കെ ഉണ്ടാവില്ലേ, ഇതൊക്കെ എന്തിനാണ്? ദീസ് ആർ ഐദർ ഫോർ പ്രൊഡ്യൂസിങ് ഗുഡ്സ്. ഇപ്പോൾ ഒരു ഫാക്ടറിയിൽ ഉണ്ടാവും ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഫാക്ടറി, ബിൽഡിംഗ് ഉണ്ട്, മെഷീനറി ഉണ്ട്, പ്ലാന്റ് ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, അവിടെ എന്താണ്, ദേ ആർ പ്രൊവൈഡിങ് സർവീസ്. അപ്പോൾ എഡ്യൂക്കേഷൻ സർവീസാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. അതുപോലെ തന്നെ ബാങ്കിൽ എന്തിനാണ് ബിൽഡിംഗ്? ടു പ്രൊവൈഡ് ബാങ്കിങ് സർവീസ്. ഫുട്ബോൾ ടർഫിൽ എന്തിനാണ് ടർഫ് സെറ്റപ്പ്? ടു പ്രൊവൈഡ് എൻ്റർടൈൻമെൻറ്റ് സർവീസ് അല്ലേ. എൻ്റർടൈൻമെൻറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ടു പ്രൊവൈഡ് എൻ്റർടൈൻമെൻറ്റ് സർവീസ് അല്ലേ. അതേപോലെ ഓരോ ബിസിനസ്സിനും ടാഞ്ചിബിൾ മീൻസ് ഹാവിങ് ഫിസിക്കൽ എക്സിസ്റ്റൻസ്, നിങ്ങൾക്ക് കാണാനും ടച്ച് ചെയ്യാനൊക്കെ പറ്റുന്ന ടൈപ്പ് അസറ്റ്സുകൾ ഉണ്ടാവും. ഈ അസറ്റ്സ് ഒന്നെങ്കിൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പേർപ്പസിനാണ്, അല്ലെങ്കിൽ വേറെ ബാക്കിയുള്ളവർക്ക് റെൻറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനത്തെ അസറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ അറിയോ? എന്താ വിളിക്കുക? PP എന്നാണ് വിളിക്കുക. വാട്ട് വി കോൾ PP. അപ്പോൾ വാട്ട് ഈസ് PP? PPs ആർ അസറ്റ്സ്. ഓക്കെ,
PPs ആർ ടാഞ്ചിബിൾ അസറ്റ്സ്. ടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റ്സ് ആണ്. ഹെൽഡ് ഫോർ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളത് ഹോൾഡ് ചെയ്യുന്നത്? എയ്തർ ഫോർ പ്രൊഡ്യൂസിങ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലേ? എടാ PPs ആർ ടാഞ്ചിബിൾ അസറ്റ്സ്, ഹെൽഡ് ഫോർ പ്രൊഡ്യൂസിങ് ഗുഡ്സ് ആണ്, അല്ലെങ്കിൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടോ, സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ, അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിനോ, റെന്റിങ് ടു അതേഴ്സ് വേറെ ലോർക്ക് റെന്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റുകൾ. അതുപോലെ തന്നെ ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി യൂസ്ഡ് ഫോർ എ പീരീഡ് മോർ ദാൻ 1 ഇയർ. നമ്മൾ ഈ വർഷം തന്നെ നമ്മൾ അതിനെ മോർ ദാൻ 1 ഇയർ നമ്മൾ എന്ത് ചെയ്യും? യൂസ് ചെയ്യാമെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ അസറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തറിയോ? PP. എന്താ വിളിക്കുക? PP. ഓക്കെ, PP. അപ്പോൾ PP എന്താ ചോദിച്ചു കഴിഞ്ഞാൽ PPs ആർ ടാഞ്ചിബിൾ അസറ്റ്സ്. PPs are tangible assets held for producing goods, providing service. PPs are tangible assets held for producing goods or providing service or administrative purpose or renting to others and are expected to be held for a period more than 1 year. So what is PP? PPs are tangible assets. Tangible assets are they are having physical existence. അപ്പോൾ PPകൾക്ക് എക്സാമ്പിൾ ആണ്, ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ലാൻഡ്, ബിൽഡിങ്, പ്ലാന്റ്, മെഷീനറി, ഫർണിച്ചർ, വെഹിക്കിൾ, മോട്ടോർ, കാർ, എക്യുപ്മെൻറ്റ്സ്, ഫിക്ചേഴ്സ്, ഇതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. PPക്ക് എക്സാമ്പിളാണ്. ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞു പോയതാണ്, എനിക്കറിയാം. ഐ നോട്ട് ഡൗൺ ഫ്യൂ. ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി, ഫർണിച്ചർ, പ്ലാന്റ്, എക്യുപ്മെൻറ്റ്സ്, മോട്ടോർ കാർ, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്. ദീസ് ആർ ഓൾ എക്സാമ്പിൾസ് ഓഫ് വാട്ട്? PP. അപ്പോൾ PPs ആർ ആരാണ്? PPs ആർ ടാഞ്ചിബിൾ അസറ്റ്സ്. PPs ടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. ഹെൽഡ് ഫോർ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്? ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഫാക്ടറിയിലുള്ള അസറ്റുകളൊക്കെ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു ബാങ്കിലൊക്കെ ഉള്ള അസറ്റുകളൊക്കെ എന്താണ്? ദേ ആർ ഹോൾഡിംഗ് ഫോർ പ്രൊവൈഡിങ് സർവീസ്. അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ്, ഇപ്പോൾ നമ്മൾ ഓഫീസിലുള്ള നമ്മുടെ അസറ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഹെഡ് ഓഫീസിലുള്ള അസറ്റുകൾ. ഈ ഓഫീസിലുള്ള അസറ്റുകളൊക്കെ നമ്മൾ എന്തിനാണ് ഹോൾഡ് ചെയ്യുന്നത്? ഓഫീസിലുള്ള അസറ്റുകൾ നമ്മൾ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനോ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ദേ ആർ ഇൻ കണക്ഷൻ വിത്ത് അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് ഹോൾഡ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന അസറ്റുകൾ ഉണ്ടാവാം. അതുപോലെ പിന്നെ റെൻറ്റിങ് ടു അതേഴ്സ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു റെൻ്റ് കാർ ഷോപ്പിൽ അവരെ മെയിൻ ആക്ടിവിറ്റി പറഞ്ഞാൽ റെൻറ്റിംഗ് ആണ്. അപ്പോൾ റെൻറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? അസറ്റ് ഹോൾഡ് ചെയ്യുന്നത് അല്ലേ? റെൻറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? അസറ്റ് ഹോൾഡ് ചെയ്യുന്നത്. കറക്റ്റ്. റെൻറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ അസറ്റുകളൊക്കെ ഹോൾഡ് ചെയ്യുന്നത്. റെൻറ്റിങ് ടു അതേഴ്സ്. റെൻറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ അസറ്റ്സ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്? ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, റെൻറ്റിങ് ടു അതേഴ്സ്. അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. PP ആവണമെങ്കിൽ ദേ ആർ എക്സ്പെക്റ്റഡ് ടു ബി ഹെൽഡ് ഫോർ എ പീരീഡ് മോർ ദാൻ 1 ഇയർ. മോർ ദാൻ 1 ഇയർ നമ്മൾ അവരെ യൂസ് ചെയ്യുമെന്നുള്ളത് എന്താണ്? എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. മോർ ദാൻ 1 ഇയർ നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. മോർ ദാൻ 1 ഇയർ നമ്മൾ എന്ത് ചെയ്യണം? യൂസ് ചെയ്തിരിക്കണം കേട്ടോ. യൂസ് ചെയ്തിരിക്കണം.
ഓക്കെ, യൂസ് ചെയ്തിരിക്കണം. ഇതാണ് PP. അപ്പോൾ PPനെ പറ്റിയൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് വന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ഏതൊരു ബിസിനസ് എടുക്കുകയാണെങ്കിലും ഒരു സർവീസ് പ്രൊവൈഡർ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഒരു മാനുഫാക്ചറർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ട്രേഡർ ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ ഒരു ബിസിനസ്സിൽ ഉണ്ടാകുന്ന അസറ്റുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണത്? PPEs ആണ് കേട്ടോ. കാരണം PPEs ആണ് ബിൽഡിംഗ്, ലാൻഡ്, മെഷീനറി, ഫർണിച്ചർ, ഇതൊന്നും ഇല്ലാതെ ഒരു ബിസിനസ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പാർട്ടും PPEs ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ PPEs ആർ ടാഞ്ചിബിൾ അസറ്റ്സ് ഹെൽഡ് ഫോർ എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്? ഹെൽഡ് ഫോർ പ്രൊഡ്യൂസിങ് ഗുഡ്സ്, പ്രൊവൈഡിങ് സർവീസ്, അഡ്മിനിസ്ട്രേറ്റീവ് പേർപ്പസ്, റെന്റിങ് ടു അതേഴ്സ് ആൻഡ് ആർ എക്സ്പെക്ടഡ് ടു ബി ഹെൽഡ് ഫോർ എ പീരീഡ് മോർ ദാൻ 1 year. മോർ ദാൻ 1 year നമ്മൾ അതിനെ യൂസ് ചെയ്യാമെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പെക്ട് ചെയ്യുന്നും ഉണ്ട്. ഇതാണ് PPE. PPE സ്റ്റാൻഡ്സ് ഫോർ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്. ഓക്കെ, ഇനി PPന്റെ തന്നെ മറ്റൊരു സംഭവമാണ് എന്താ അറിയോ? ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഇൻടാഞ്ചിബിൾ അസറ്റ്സിന്റെ മീനിങ് വളരെ എളുപ്പമാണ്. ദീസ് ആർ അസറ്റ്സ് വിത്തൗട്ട് ഫിസിക്കൽ എക്സിസ്റ്റൻസ്. ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാത്ത അസറ്റുകളാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് അല്ലേ? ഇപ്പോൾ പാറ്റൻറ്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക് അല്ലേ? ഇതൊക്കെ എന്താണ്? സോഫ്റ്റ്വെയർ, ഇതൊക്കെ എന്താണ്? ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. ഹെൽഡ് ഫോർ ഇത് എന്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുന്നതാവാം? പ്രൊഡ്യൂസിങ് ഗുഡ്സ് ആവാം, പ്രൊവൈഡിങ് സർവീസ് ആവാം, അഡ്മിനിസ്ട്രേറ്റീവ് പേർപ്പസ് ആവാം, റെന്റിങ് ടു അതേഴ്സ് ആവാം അല്ലേ? ഇങ്ങനെ ഈ രീതിയിലൊക്കെ ആവാം. അപ്പോൾ അസറ്റ് വിത്തൗട്ട് ഫിസിക്കൽ എക്സിസ്റ്റൻസ്. അപ്പോൾ ഞാനിവിടെ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്, സംശയമൊന്നുമില്ലല്ലോ. അതുപോലെ ലൈസൻസ് ഇൻടാഞ്ചിബിൾ അസറ്റ് അല്ലേ? ഈ ലൈസൻസ് ഉണ്ടാവുക ഒരു പേപ്പറിലാണ് അല്ലേ? ഒരു പേപ്പറിലാണ്. പേപ്പർ ഈസ് എ ടാഞ്ചിബിൾ ഐറ്റം അല്ലേ? അതേപോലെ തന്നെ നമ്മുടെ സോഫ്റ്റ്വെയർ ഉണ്ടാവുക ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ CD-യിലാണ്. ഇപ്പോൾ CD-യിലൊന്നും വരാറില്ല കേട്ടോ, ബട്ട് പണ്ടൊക്കെ CD-യിലൊക്കെ വരാറുണ്ട്. CD മീൻസ് കോമ്പാക്ട് ഡിസ്ക്, അറിയില്ലടാ? CD-യിലാണ് വരാറുള്ളത്. അപ്പോൾ CD എന്ന് പറഞ്ഞാൽ ടാഞ്ചിബിൾ ഐറ്റം ആണല്ലോ. ഈ ടാഞ്ചിബിൾ ആയിട്ട് ആയ CD-ക്ക് അകത്താണല്ലോ സോഫ്റ്റ്വെയർ ഉള്ളത്. അപ്പോൾ സോഫ്റ്റ്വെയർ ടാഞ്ചിബിൾ ആണോ ഇൻടാഞ്ചിബിൾ ആണോ? ഡൗട്ട് മേക്കാം അല്ലേ? ഡൗട്ട് വരാം അല്ലേ? ഏതാണ് ടാഞ്ചിബിൾ ആണോ ഇൻടാഞ്ചിബിൾ ആണോ? ഏതാണ് ടാഞ്ചിബിൾ ആണോ ഇൻടാഞ്ചിബിൾ ആണോ? ടാഞ്ചിബിൾ ആണോ ഇൻടാഞ്ചിബിൾ ആണോ? ടാഞ്ചിബിൾ ആണോ ഇൻടാഞ്ചിബിൾ ആണോ? ടാഞ്ചിബിൾ ആണോ ഇൻടാഞ്ചിബിൾ ആണോ? ദാറ്റ് ഈസ് ടാഞ്ചിബിൾ. ദാറ്റ് ഈസ് ഒബ്വിയസ്ലി ഏതാണ്? ടാഞ്ചിബിൾ ആണ്. ഒബ്വിയസ്ലി ടാഞ്ചിബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ ഇതാണ്. നമ്മൾ CD ഒക്കെ പോലത്തെ ഐറ്റത്തിൽ CD ഒക്കെ പോലത്തെ ഉള്ള CD-യിലൊക്കെ നമ്മൾ സോഫ്റ്റ്വെയർ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും CD ടാഞ്ചിബിൾ ആണെങ്കിലും ആ CD-ക്കാണോ വാല്യൂ അതോ അതിനകത്തുള്ള സോഫ്റ്റ്വെയറിനാണോ വാല്യൂ? ഒബ്വിയസ്ലി അതിനകത്തുള്ള സോഫ്റ്റ്വെയറിനാണ് വാല്യൂ. അപ്പോൾ പ്രോമിനൻറ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്? അതിനകത്തുള്ള സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, അതിനകത്തുള്ള സോഫ്റ്റ്വെയർ ആണ് പ്രോമിനൻറ്റ് പാർട്ട് അല്ലേ? കറക്റ്റ് അല്ലേ? പ്രോമിനൻറ്റ് പാർട്ട് അതിനകത്തുള്ള സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അതിനകത്തുള്ള സോഫ്റ്റ്വെയർ പ്രോമിനൻറ്റ് പാർട്ട് ആയതുകൊണ്ട് തന്നെ അത് CD അവിടെ ടാഞ്ചിബിൾ ആയിട്ടുള്ള സംഭവം ഉണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ നമുക്ക് എന്തായാലും ട്രീറ്റ് ചെയ്യാം, നമുക്കതിനെ പിന്നെ വി ക്യാൻ ട്രീറ്റ് ഇറ്റ് ആസ് വാട്ട്? ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം. അപ്പോൾ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആർ അസറ്റ്സ് പറഞ്ഞാൽ റിസോഴ്സ് കൺട്രോൾ ചെയ്ത ബിസിനസ് ഫ്രം വിച്ച് എക്കണോമിക് ബെനിഫിറ്റ്സ് വരും അല്ലേ? അപ്പോൾ അസറ്റാണ്. ഇൻടാഞ്ചിബിൾ അസറ്റ് പറഞ്ഞാൽ അസറ്റാണ് വിത്തൗട്ട് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ആണ്. ഏത് അസറ്റ്? ഇൻടാഞ്ചിബിൾ അസറ്റ്. അത് ഒന്നെങ്കിൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിനോ, അല്ലെങ്കിൽ റെന്റിങ് ടു അതേഴ്സിനോ വേണ്ടിയിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുന്നതാണ്. ആൻഡ് ആർ എക്സ്പെക്ടഡ് ടു ബി ഹെൽഡ് ഫോർ എ പീരീഡ് മോർ ദാൻ 1 year. നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഹോൾഡ് ചെയ്യും. നെക്സ്റ്റ് കാറ്റഗറിയാണ് ഇൻവെന്ററി. പറഞ്ഞാൽ ഒന്നെങ്കിൽ എന്താവാം? നമ്മളിപ്പോൾ ഒരു ട്രേഡറെ സംബന്ധിച്ചോളം അയാളുടെ ഇൻവെന്ററി പറഞ്ഞാൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്, അയാൾ സെല്ല് ചെയ്യാൻ വേണ്ടി വാങ്ങി വെച്ച ഗുഡ്സ്. ഒരു മാനുഫാക്ചറെ സംബന്ധിച്ചോളം അയാൾ ഗോഡൗണിൽ സ്റ്റോർ ചെയ്ത റോ മെറ്റീരിയൽ. ഈ റോ മെറ്റീരിയൽ എന്തിനാ? അയാൾ അതേപോലെ എടുത്ത് സെല്ല് ചെയ്യോ? ഇല്ല. റോ മെറ്റീരിയലിനെ അയാൾ എന്ത് ചെയ്യും? പ്രോസസ്സ് ചെയ്യും അല്ലേ? റോ മെറ്റീരിയലിനെ അയാൾ പ്രോസസ്സ് ചെയ്യും. കറക്റ്റ് അല്ലേ? റോ മെറ്റീരിയലിനെ അയാൾ പ്രോസസ്സ് ചെയ്യും. അപ്പോൾ ആ റോ മെറ്റീരിയൽ അയാളുടെ ഇൻവെന്ററിയാണ്. ഇനി ഒരു ഇയർ കഴിഞ്ഞ സമയത്ത് എല്ലാ ഗുഡ്സും ഫിനിഷ്ഡ് ഗുഡ്സ് ആയി പൂർത്തിയായിട്ട് റെഡി ആവണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. സം ഗുഡ്സ് മേ ബി ഇൻ എ പ്രോസസ് അല്ലേ? ചില ഗുഡ്സ് എന്താണ്? പ്രോസസ്സിലൂടെ കടന്നു പോയി കാരണം. അപ്പോൾ ആ പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ഗുഡ്സിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്?
WIP. WIP സ്റ്റാൻഡ്സ് ഫോർ വർക്ക് ഇൻ പ്രോഗ്രസ്. എന്താ വിളിക്കുക? വർക്ക് ഇൻ പ്രോഗ്രസ്, അല്ലെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസിന്റെ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മൾ നിങ്ങൾ യൂട്യൂബിൽ മറ്റൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടാവും, കാർ ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ ബെൽറ്റ് കൂടെ എങ്ങനെ സാധനങ്ങൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ സാധനങ്ങൾ പോകുന്ന സമയത്ത് ആ ബെൽറ്റിൽ തൂങ്ങിക്കിടക്കുന്ന പാർഷ്യലി കംപ്ലീറ്റ് ആയിട്ടുള്ള കാറുകൾ ഉണ്ടല്ലോ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? WIP. WIP സ്റ്റാൻഡ്സ് ഫോർ വർക്ക് ഇൻ പ്രോഗ്രസ് അല്ലെങ്കിൽ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. സെമി ഫിനിഷ്ഡ് ഗുഡ്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. കറക്റ്റ്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. റൈറ്റ്. അപ്പോൾ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ആ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ എന്താണ്? ഇൻവെൻട്രി ആണ്. അപ്പോൾ ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ സെല്ല് ചെയ്യാനായിട്ട് റെഡിയാക്കി വെച്ച ഏത് റെഡിയാക്കിയ ഫിനിഷ്ഡ് ഗുഡ്സ്. ഫിനിഷ്ഡ് ഗുഡ്സ് ആർക്കൊക്കെ ഉണ്ടാവുക? ട്രേഡർക്കും ഉണ്ടാവും, മാനുഫാക്ചറർക്കും ഉണ്ടാവും. ട്രേഡർക്ക് ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ? ട്രേഡർക്ക് ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ ചോദിച്ചു കഴിഞ്ഞാൽ ട്രേഡർക്ക് ഫിനിഷ്ഡ് ഗുഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. മാനുഫാക്ചറർക്ക് ഫിനിഷ്ഡ് ഗുഡ്സും ഉണ്ട്, അതേപോലെ തന്നെ ഏതുണ്ട്? മാനുഫാക്ചറർക്ക് ഫിനിഷ്ഡ് ഗുഡ്സും ഉണ്ട്, അതേപോലെ തന്നെ ഏതുണ്ട്? ഫിനിഷ്ഡ് ഗുഡ്സും ഉണ്ട്, റോ മെറ്റീരിയലും ഉണ്ട്, WIP ഉണ്ട്. പിന്നെ മാനുഫാക്ചറർ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി വാങ്ങി വെച്ച റോ മെറ്റീരിയൽ, പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന WIP പറഞ്ഞാൽ വർക്ക് ഇൻ പ്രോഗ്രസ് മീൻസ് സെമി ഫിനിഷ്ഡ് ഗുഡ്സ് എന്നൊക്കെ പറയും കേട്ടോ. സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, വർക്ക് ഇൻ പ്രോഗ്രസിന്റെ കൺസെപ്റ്റ് കിട്ടിയില്ലടാ മക്കളെ. വർക്ക് ഇൻ പ്രോഗ്രസ് പറഞ്ഞാൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അവരെന്ത് ചെയ്തിട്ടില്ല, പൂർത്തിയായിട്ടില്ല. അങ്ങനത്തെ ഗുഡ്സാണ് ആക്ച്വലി ഇത് WIP കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വർക്ക് ഇൻ പ്രോഗ്രസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വർക്ക് ഇൻ പ്രോഗ്രസ് കറക്റ്റ്. വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ്, WIP, വർക്ക് ഇൻ പ്രോഗ്രസ് റൈറ്റ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ ഇൻവെൻട്രീസ് ആയിട്ട് വരും. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് പറഞ്ഞാൽ നമ്മൾ വേറെ കമ്പനീൻ്റെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ബാങ്കിൽ കൊണ്ടുപോയിട്ട് FD ഇട്ടു അല്ലേ, അതല്ലെങ്കിൽ വേറെ ഡിബെഞ്ചേഴ്സ് എന്താണെന്നൊക്കെ നമ്മൾ പറയും, ഡിബെഞ്ചേഴ്സ് ഒക്കെ മേടിച്ചു. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്തിനാണ് ഹോൾഡ് ചെയ്യുന്നത്? ടു ഗെറ്റ് സം ഇൻകം അല്ലേ. അപ്പോൾ ഫ്യൂച്ചറിൽ ഈ നമ്മുടെ ബിസിനസ്സിൻ്റെ ഡയറക്റ്റ് ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടല്ലാതെ നമ്മൾ ഇൻകം ഏൺ ചെയ്യാന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ ഇൻകം ഏൺ ചെയ്യാന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് നമ്മൾ വാങ്ങുന്ന ആസെറ്റുകൾ ഉണ്ടല്ലോ, ആ ആസെറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? വി കോൾ ഇറ്റ്, നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഇൻവെസ്റ്റ്മെന്റ്സ്. ഇൻവെസ്റ്റ്മെന്റ്സ് കേട്ടോ, ഇൻവെസ്റ്റ്മെന്റ്സ്. ഓക്കെ. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ടൈപ്പ് ഓഫ് അസറ്റ്സ് ആണ് നമ്മൾ ആക്ച്വലി പിന്നെ ഡിസ്കസ് ചെയ്തത്. PPE, ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, ഇൻവെൻട്രീസ്. ഹോപ്പ് യു ഗോട്ട് എ ക്ലാരിറ്റി. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് അക്കൗണ്ടിങ് ടേംസിലെ നമ്മുടെ സെക്കൻഡ് പാർട്ട്. അതേപോലെ തന്നെ ബേസിക് അക്കൗണ്ടിങ് ടേംസിൽ ഓൾറെഡി നമ്മൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 17 ഐറ്റംസ്, നമ്മൾ 15-16 ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്തു, ഇതുവരെ ഡിസ്കസ് ചെയ്തു. ഐ ഹോപ്പ് യു ഗോട്ട് എ ബെറ്റർ ക്ലാരിറ്റി. നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്, സിമ്പിളായിട്ട് ഒരുപാട് എക്സാമ്പിൾസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടാണ് നമ്മൾ ആക്ച്വലി എന്താ പറയുക, നമ്മൾ ഈ ഒരു സെഷൻ നമ്മൾ എന്ത് ചെയ്ത് ഡിസ്കസ് ചെയ്തത്. ഹോപ്പ് ഇറ്റ് വാസ് വർത്ത് ഫോർ വാച്ചിങ്. അപ്പോൾ നെക്സ്റ്റ് സെഷനിൽ നമ്മൾ there are 2 types of transactions. Capital nature transactions ഉണ്ടാവും, അതേപോലെ തന്നെ റവന്യൂ നേച്ചർ ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അതെന്താണ്, അതേപോലെ തന്നെ ഏതൊക്കെയാണ് ക്യാപിറ്റൽ നേച്ചർ ട്രാൻസാക്ഷൻസ്, റവന്യൂ നേച്ചർ ട്രാൻസാക്ഷൻസ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വാച്ച് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.